മലയാള സിനിമയിലെ പുതിയ സംഘടനാ രൂപീകരണത്തിൽ തുടക്കത്തിലെ ആശയക്കുഴപ്പം. സംഘടനയുടെ ഭാഗമാണെന്നത് പ്രചാരണം മാത്രമാണെന്ന് സംവിധായകൻ ലിജോ ജോസ് പെല്ലിശ്ശേരി. സംഘടനയിൽ ചേരണോ എന്ന് തീരുമാനിച്ചിട്ടില്ലെന്ന് വിനയൻ. എന്ത് നടപടിക്രമം അനുസരിച്ചാണ് തയ്യാറാക്കിയത്? ഏത് റൂൾസ് ഫോളോ ചെയ്തിട്ടാണ് ഇത് തയ്യാറാക്കിയത്? മുഖ്യമന്ത്രിക്കുള്ള ഒരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ചില ആളുകളെ അമിതമായി വിശ്വസിക്കാൻ, മനസ്സിലായി, അതാണ് ഈ അപകടം വരുത്തി വെക്കുന്നത്. വയനാട് ഉരുൾപൊട്ടലിലെ സർക്കാർ ചെലവ് ആരാണ് കണക്കാക്കിയതെന്ന് പ്രതിപക്ഷ നേതാവ്. മറുപടി പറയാതെ മുഖ്യമന്ത്രി ഒളിച്ചോടുന്നുവെന്ന ആരോപണം. പി ജയരാജന്റെ പൊളിറ്റിക്കൽ ഇസ്ലാം പരാമർശത്തിൽ CPM നേതാക്കൾ മൗനം പാലിക്കുമ്പോൾ പ്രതികരിച്ച് പി ജയരാജൻ. കേരളത്തിൽ നിന്ന് IS റിക്രൂട്ട്മെന്റ് എന്ന പി ജയരാജന്റെ നിലപാടിനോട് വിയോജിപ്പ്. തീവ്രവാദ സംഘടനകൾക്ക് കടന്നുവരാൻ കഴിയാത്ത ഇടമാണ് കേരളമെന്ന് EP. ആവേശം ഒട്ടും ചോരാതെ തൃശൂരിൽ പുലികൾ ഇറങ്ങുന്നു. പുലിമടകളിൽ മത്സര വീര്യവുമായി പുലിവേഷക്കാർ. ഞാനും വരാ തൃശൂർ പൂരം കാണാൻ. തമിഴ്നാട്ടിൽ ഉദയനിധി സ്റ്റാലിൻ ഉപമുഖ്യമന്ത്രിയാകും. പ്രഖ്യാപനം ഉടനെന്ന് സൂചന. സ്റ്റാലിന്റെ പിൻഗാമിയുടെ കാര്യത്തിൽ കുടുംബത്തിൽ ധാരണ. ജമ്മുകശ്മീർ വിധി എഴുതുന്നു. ആദ്യഘട്ടത്തിൽ ഭേദപ്പെട്ട പോളിംഗ്. വോട്ടെടുപ്പ് 24 നിയമസഭാ മണ്ഡലങ്ങളിൽ. കശ്മീർ ജനത ജനാധിപത്യ ഉത്സവത്തിന് കരുത്തു പകരണമെന്ന് പ്രധാനമന്ത്രി. NCPയിലെ മന്ത്രിതർക്കം പരിഹരിക്കാൻ ചർച്ച. നേതാക്കളുമായി ശരത് പവാർ നേരിട്ട് ചർച്ച നടത്തും. മറ്റന്നാൾ മുംബൈയിലെത്താൻ AK ശശീന്ദ്രനും തോമസ് കെ തോമസിനും പാർട്ടി അധ്യക്ഷന്റെ നിർദ്ദേശം. മന്ത്രിസ്ഥാനം വിട്ടുകൊടുക്കില്ലെന്ന നിലപാടിൽ ശശീന്ദ്രൻ. കൊല്ലം മൈനാഗപ്പള്ളിയിലെ അപകട സമയത്ത് പ്രതികളുടെ കാറിന് ഇൻഷുറൻസ് ഇല്ലെന്ന് കണ്ടെത്തി. ഇൻഷുറൻസ് എടുത്തത് അപകടശേഷം ഓൺലൈനായി. അജ്മലിനെയും ഡോക്ടർ ശ്രീകുട്ടിയെയും പോലീസ് ഇന്ന് കസ്റ്റഡിയിൽ ആവശ്യപ്പെടും. കർണാടകത്തിലെ മാണ്ഡ്യ വർഗീയ സംഘർഷത്തിൽ അറസ്റ്റിലായവരിൽ 2 മലയാളികളും. അറസ്റ്റിലായത് നാഗമണ്ഡലയിൽ വ്യാപാരം നടത്തിയിരുന്ന മലപ്പുറം സ്വദേശികൾ. ഗണേശോത്സവത്തിലെ സംഘർഷത്തിൽ അറസ്റ്റിലായത് 55 പേർ. കോഴിക്കോട് താമരശ്ശേരിയിൽ യുവതിയെ നഗ്നപൂജയ്ക്ക് നിർബന്ധിച്ച 2 പേർ അറസ്റ്റിൽ. പിടിയിലായത് താമരശ്ശേരി അടിവാരം സ്വദേശികളായ പ്രകാശനും ഷമീറും. പൂജയ്ക്ക് വിസമ്മതിച്ച യുവതിയെ ഭീഷണിപ്പെടുത്തിയ ഭർത്താവിനെതിരെയും കേസ്. ലെബനനിൽ പേജർ പൊട്ടിത്തെറിച്ചുള്ള മരണം 9ആയി. 200-ലധികം പേർക്ക് ഗുരുതര പരുക്ക്. ആക്രമണത്തിന് പിന്നിൽ മൊസാദാണെന്ന് ഹിസ്ബുല്ല. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ ഇനിയുള്ള അന്വേഷണം ഏത് രീതിയിലായിരിക്കണം എന്നുള്ള കാര്യത്തിൽ പോലീസ് ആസ്ഥാനത്ത് നിർണായകമായ യോഗം നടക്കുകയാണ്. നേരത്തെ ഹൈക്കോടതിയുടെ ഉത്തരവുണ്ടായിരുന്നു. അതുപ്രകാരം ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പോലീസിന്റെ പ്രത്യേക അന്വേഷണ സംഘത്തിന് കിട്ടിയിരുന്നു. തുടർന്നുള്ള അന്വേഷണം ഏത് രീതിയിലാണ് മുന്നോട്ട് കൊണ്ടുപോകേണ്ടത് എന്ന് തീരുമാനിക്കുന്നതിന് വേണ്ടിയാണ് പ്രത്യേക അന്വേഷണ സംഘം പോലീസ് ആസ്ഥാനത്ത് യോഗം ചേരുന്നത്. സാക്ഷി മൊഴികളുടെ പകർപ്പ് അന്വേഷണ സംഘം ക്രൈംബ്രാഞ്ച് മേധാവിക്ക് കൈമാറും. ഹേമ കമ്മിറ്റിയിൽ നടപടി വൈകുന്നതിൽ വിമർശനവുമായി പ്രതിപക്ഷം ഇന്ന് രംഗത്ത് വന്നിട്ടുണ്ട്. ആദ്യം VD സതീശന്റെ പ്രതികരണം കേൾക്കാം. വളരെ സത്യസന്ധമായി അവരുടെ ഇരകളുടെ ആ സ്വകാര്യത പുറത്തു വരാതെ, അത് സുപ്രീം കോടതിയുടെ വിധി പ്രകാരം ഇരകളുടെ ഐഡന്റിറ്റി വെളിപ്പെടുത്താതെ സത്യസന്ധമായ അന്വേഷണം നടത്തി തെറ്റുകാരെ നിയമത്തിന്റെ മുന്നിൽ കൊണ്ടുപോകണം. അതിനുള്ള സത്യസന്ധമായ നിലപാട് ഗവൺമെന്റിന്റെ ഭാഗത്തില്ല എന്നുള്ളത് ദൗർഭാഗ്യകരമാണ്. സർക്കാർ ഇപ്പോഴും ഇരകളോടൊപ്പം അല്ല, അവർ വേട്ടക്കാരോടൊപ്പമാണ്. അവരെ എങ്ങനെ സംരക്ഷിക്കാൻ പറ്റും എന്നതിനെക്കുറിച്ചാണ് സർക്കാർ ഗവേഷണം നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇതൊരു സ്ത്രീ വിരുദ്ധ സർക്കാരാണ് എന്ന് ഓരോ ദിവസവും തെളിയിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ് സർക്കാർ നടത്തിക്കൊണ്ടിരിക്കുന്നത്.
നിർണായകമായ യോഗമാണ് പോലീസ് ആസ്ഥാനത്ത് ചേരുന്നത്. SITയുടെ യോഗമാണ് ഇത്. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന് ശേഷം പുറത്തുവന്ന കുറേയേറെ മൊഴികൾ ഉണ്ടായിരുന്നു, ചില വെളിപ്പെടുത്തൽ ഉണ്ടായിരുന്നു. ഇക്കാര്യങ്ങളെക്കുറിച്ച് പ്രത്യേക അന്വേഷണ സംഘം അന്വേഷിച്ചു വരികയാണ്. ഹൈക്കോടതിയിൽ നിന്ന് നിർണായകമായ ഉത്തരവുണ്ടായത്. അതിൽ ശക്തമായ വിമർശനമായിരുന്നു ഹേമ കമ്മിറ്റി റിപ്പോർട്ട് നടപ്പാക്കാൻ വൈകിയതിൽ സർക്കാരിന് നേരെ ഉണ്ടായിരുന്നത്. അന്വേഷണ സംഘത്തിന് കൃത്യമായ നിർദ്ദേശം ഹൈക്കോടതി നൽകിയിട്ടുണ്ട്. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലെ മൊഴികളിൽ കേസെടുക്കണം എന്ന്, അത് അന്വേഷിക്കണം എന്ന്. ഇതിനുശേഷമുള്ള നിർണായകമായ യോഗമാണ് ഇപ്പോൾ പോലീസ് ആസ്ഥാനത്ത് ചേരുന്നത്. VV വിനോദ് തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം. ഹേമ കമ്മിറ്റി റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട് സർക്കാർ നിയോഗിച്ച അന്വേഷണ സംഘം മറ്റൊരു ദിശയിലേക്ക് നടപടികൾ മാറ്റുകയാണ്. മൊഴിയെടുക്കൽ ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലേക്ക് നീങ്ങാനാണ് ഇപ്പോൾ അന്വേഷണ സംഘം തീരുമാനിച്ചിട്ടുള്ളത്. അടുത്ത ദിവസങ്ങളിൽ തന്നെ പരാതിക്കാരുടെ അല്ലെങ്കിൽ കമ്മിറ്റിക്ക് മുൻപാകെ മൊഴി നൽകിയവരുടെ മൊഴി വീണ്ടും അന്വേഷണത്തിന്റെ ഭാഗമായി രേഖപ്പെടുത്തും. ഇതിന് 4 വനിതാ IPS ഉദ്യോഗസ്ഥർ അവർ ഈ സംഘത്തിന്റെ ഭാഗമായുണ്ട്. പ്രധാനമായും ഇവരെയായിരിക്കും ഇതിനുവേണ്ടി ചുമതലപ്പെടുത്തുക. മൊഴി നൽകുന്നവരുടെ പേര് രഹസ്യമാക്കി വെക്കുന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അത് പരിഗണിച്ചുകൊണ്ടായിരിക്കും മുന്നോട്ട് പോകുന്നത്. അതേസമയം കമ്മിറ്റിക്ക് മുന്നിൽ മൊഴി നൽകിയ മുഴുവൻ പേരും അന്വേഷണ സംഘത്തിന് മുന്നിലേക്ക് എത്തുമോ എന്ന കാര്യത്തിൽ സംശയമുണ്ട്. പലർക്കും സ്വകാര്യതയെ ബാധിക്കും, പേരുകൾ പുറത്തുവരും എന്ന ആശങ്കയുണ്ട് എന്ന ചില സൂചനകൾ പുറത്തു വരുന്നുണ്ട്. എങ്കിൽ തന്നെയും പര്യാപ്തമായ അളവിൽ മൊഴികൾ ലഭിക്കും, ആ രീതിയിൽ മൊഴികൾ ലഭിക്കും എന്ന ഒരു ആത്മവിശ്വാസം അന്വേഷണ സംഘത്തിനുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിലായി പൂർണ്ണമായും ഈ റിപ്പോർട്ട് പരിശോധിച്ചിരുന്നു. നേരത്തെ കോടതി ഇടപെടലോടെയാണ് ഈ റിപ്പോർട്ട് പൂർണ്ണമായും അന്വേഷണ സംഘത്തിന് മുന്നിലേക്ക് എത്തിയത്. ഇന്ന് ഈ കേസുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ഉയർന്നു വന്ന പരാതികളുമായി ബന്ധപ്പെട്ടുള്ള ചോദ്യത്തിന് നടൻ സുധീഷ് ഒഴിഞ്ഞു മാറുകയാണ് ചെയ്തത്. ഇവിടെ നമ്മൾ വേറെ പരിപാടിക്ക് ഇപ്പൊ പുതിയൊരു സംഘടന ഫിലിമിൽ വരുന്നു. അപ്പൊ അതിന്റെ അതൊക്കെ എങ്ങനെയാണ്? അന്വേഷണ സംഘത്തിന്റെ നടപടികൾ മുന്നോട്ട് പോകുമ്പോൾ ഒരുപക്ഷെ ഇതുവരെ പുറത്ത് വരാത്ത ആളുകൾ, അങ്ങനെയുള്ള ആളുകൾ കൂടി പരാതിയുമായി എത്തിയേക്കാമെന്നും കരുതുന്നു. അതായത് ഒരുപക്ഷെ കമ്മിറ്റിക്ക് മുന്നിൽ എത്താതിരിക്കുകയും എന്നാൽ പരാതികൾ ഉള്ളതുമായ ആളുകൾ അവർ അന്വേഷണ സംഘത്തെ സമീപിക്കാനുള്ള സാധ്യതയുമുണ്ട്. VV വിനോദ്, News 18, തിരുവനന്തപുരം. മലയാള സിനിമയിലെ പുതിയ സംഘടന രൂപീകരണത്തിന് മുൻപ് തന്നെ ആശയക്കുഴപ്പത്തിലായിരിക്കുകയാണ്. ഈ സംഘടനയുടെ ഭാഗമല്ല എന്ന പ്രതികരണവുമായി ഇന്ന് രംഗത്തെത്തിയത് സംവിധായകനായ ലിജോ ജോസ് പെല്ലിശ്ശേരിയാണ്. നേരത്തെ ലിജോ ജോസിന്റെ പേരും സംഘടനാ രൂപീകരണത്തിന്റെ ഭാഗമായി ഉയർന്നു കേട്ടിരുന്നു ആഷിഖ് അബുവിനൊപ്പം. എന്നാൽ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്ന ചലച്ചിത്ര കൂട്ടായ്മയിൽ നിലവിൽ ഭാഗമല്ല എന്നാണ് ലിജോ ജോസ് പെല്ലിശ്ശേരി ഫേസ്ബുക്കിൽ നൽകിയിരിക്കുന്ന വിശദീകരണം. ക്രിയാത്മകമായ ചലച്ചിത്ര സംവിധായക നിർമ്മാതാക്കളുടെ സ്വതന്ത്ര കൂട്ടായ്മ എന്ന ആശയത്തോട് യോജിപ്പുണ്ടെന്ന് ലിജോ പ്രതികരിച്ചു. എന്നാൽ കൂട്ടായ്മയുടെ ഭാഗമാകാൻ ആഗ്രഹിക്കുമ്പോൾ ഔദ്യോഗികമായി അറിയിക്കാമെന്നാണ് ലിജോ ജോസ് പെല്ലിശ്ശേരിയുടെ പ്രതികരണം. താരസംഘടനയായ അമ്മയുടെ യോഗം ഉടൻ ചേരുമെന്നാണ് അറിയുന്നത്. ഓൺലൈനായി ചേരുന്ന യോഗത്തിൽ താൽക്കാലിക ഭരണസമിതി അംഗങ്ങളാകും പങ്കെടുക്കുക. കഴിഞ്ഞ ദിവസം സംവിധായകൻ ആഷിഖ് അബു പുറത്തിറക്കിയ ഒരു കുറിപ്പിൽ ഒരു സിനിമാ സംഘടന രൂപീകരിക്കുന്നു എന്ന് പറഞ്ഞിരുന്നു. പ്രോഗ്രസീവ് ഫിലിം മേക്കേഴ്സ് എന്ന് പേരിട്ടിരിക്കുന്ന സംഘടനയിൽ അതിൽ സിനിമാ മേഖലയിലുള്ള ചില വ്യക്തികൾ, അത് അഭിനേതാക്കളായിക്കോട്ടെ മറ്റ് ടെക്നിക്കൽ വിഭാഗങ്ങളിലുള്ള ആളുകൾ ചേർന്നുകൊണ്ട് ഒരു സംഘടന രൂപീകരിക്കുന്നു എന്ന് പറഞ്ഞിരുന്നു. ആ കുറിപ്പിന് അവസാനം അഞ്ജലി മേനോൻ, ലിജോ ജോസ് പെല്ലിശ്ശേരി, ആഷിഖ് അബു, രാജീവ് രവി, റിമ കല്ലിങ്കൽ, ബിനീഷ് ചന്ദ്ര എന്നിവരുടെ പേരും ചേർത്തിരുന്നു. ഇതിന് പിന്നാലെയാണ് സിനിമാ മേഖലയിൽ ഒരു പുതിയ സംഘടന രൂപം കൊള്ളുന്നു എന്നുള്ളൊരു വാർത്തയൊക്കെ പുറത്തു വന്നത്. പക്ഷേ അതിന് പിന്നാലെ ഇപ്പോൾ ലിജോ ജോസ് പെല്ലിശ്ശേരി ഈ വാർത്ത നിഷേധിച്ചുകൊണ്ട് രംഗത്തെത്തിയിരിക്കുകയാണ്. താൻ ഇപ്പോൾ ഒരു സംഘടനയുടെയും ഭാഗമല്ല, അങ്ങനെ ഒരു പുതിയ സംഘടനയുടെ ഭാഗമാകുന്നുവെങ്കിൽ അത് സന്തോഷം തന്നെയാണ്. പക്ഷെ ഇപ്പോൾ പ്രചരിക്കുന്ന വാർത്ത തെറ്റാണ്. താൻ തന്നെ ഔദ്യോഗികമായി ഇനി ഒരു സംഘടനയുടെ ഭാഗമാകുന്നുവെങ്കിൽ അതിൽ ഔദ്യോഗികമായി താൻ തന്നെ അറിയിക്കും എന്നുകൂടി പറഞ്ഞുകൊണ്ടാണ് ലിജോ ജോസ് പെല്ലിശ്ശേരി ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടിരിക്കുന്നത്. അതോടൊപ്പം തന്നെയാണ് ബിനീഷ് ചന്ദ്രയും ഈ ഒരു ആരോപണം നിഷേധിച്ചു രംഗത്തെത്തിയിരിക്കുകയാണ്. തന്റെ പേരിൽ പ്രചരിക്കുന്നത്, താൻ ഒരു സിനിമാ സംഘടനയുടെ ഭാഗമാകുമെന്ന് പ്രചരിക്കുന്ന വാർത്ത അത് തെറ്റാണ്. അങ്ങനെ ഒരു സംഘടനയുടെ ഭാഗമാകുന്നുവെങ്കിൽ താൻ ഇത് ഔദ്യോഗികമായി തന്നെ മാധ്യമങ്ങളെ അറിയിക്കുമെന്നുകൂടി ബിനീഷ് ചന്ദ്ര അറിയിച്ചിരിക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ ആഷിഖ് അബു ഈ ഇട്ടിരിക്കുന്ന കുറിപ്പ്, അതിൽ ഇവരുടെയൊക്കെ പേര് ഉൾപ്പെടുത്തിയിരിക്കുന്നത് എന്ത് അടിസ്ഥാനത്തിലാണെന്നൊരു ചോദ്യമാണ് ഉയരുന്നത്.
ചോദിക്കുന്നത്. ഇവരുമായി സംസാരിക്കാതെയാണോ അല്ലെങ്കിൽ ലിജോ ജോസ് പെല്ലിശ്ശേരിയെ ഒന്നും അറിയാതെയാണോ ഇത്തരത്തിലൊരു സംഘടന രൂപീകരിക്കാൻ ഇവർ തീരുമാനിച്ചതെന്നാണ് ഇപ്പോൾ ഇനി അറിയേണ്ടത്. എന്തായാലും ആഷിഖ് അബു ഇതുമായി ബന്ധപ്പെട്ട് ഇതുവരേക്കും പ്രതികരിക്കാൻ തയ്യാറായിട്ടില്ല. മറ്റൊരു കാര്യം, അമ്മ സംഘടന ഉടനെ ഒരു യോഗം ചേരുമെന്നാണ് അറിയാൻ സാധിക്കുന്നത്. അടുത്ത ജനറൽ ബോഡി അത് എന്ന് കൂടണം ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് അടക്കമുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നതിനും അതോടൊപ്പം തന്നെ പുതിയ എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗങ്ങളെ തിരഞ്ഞെടുക്കുന്നതിനും വേണ്ടിയിട്ടുള്ളൊരു യോഗം അടിയന്തരമായി ചേരണമെന്ന് സംഘത്തിലെ അംഗങ്ങൾ പറയുന്നുണ്ടായിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ ഉടനെ ഒരു ജനറൽ ബോഡി ചേരും എന്നാണ് അറിയാൻ സാധിക്കുന്നത്. ഉടനെ ചേരുമെന്നാണ് പറയുന്നത്. പക്ഷെ കൃത്യമായൊരു ഡേറ്റ് അത് അറിയിക്കാമെന്ന് കൂടി സംഘടനയിലെ ആളുകൾ വ്യക്തമാക്കുന്നുണ്ട്. എന്തായാലും ഇപ്പോൾ കൈനീട്ട വിതരണം ഒപ്പം ഈ പെൻഷൻ വിതരണം അടക്കമുള്ള കാര്യങ്ങൾ വേണ്ടിയിട്ട് ഞങ്ങൾ ഒരു യോഗം ചേരുന്നുണ്ട്. അതിനപ്പുറത്തേക്ക് ഈ ജനറൽ ബോഡിയും ഒപ്പം പുതിയ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയെ തിരഞ്ഞെടുക്കുക, പ്രസിഡന്റ് അടക്കമുള്ളവരെ തിരഞ്ഞെടുക്കുന്നതിൽ ഉടനെ തീരുമാനമുണ്ടാകുമെന്ന് കൂടി സംഘത്തിലെ അംഗങ്ങൾ അറിയിക്കുന്നുണ്ട്. മറ്റൊരു കാര്യം, ഈ പ്രധാനമായും സിനിമയിലെ അംഗങ്ങൾ, അതായത് മറ്റ് അംഗങ്ങൾ പറയുന്ന പ്രധാനപ്പെട്ട കാര്യം, നിലവിൽ ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള സിദ്ദിഖ മാത്രമാണ് രാജിവെച്ചിട്ടുള്ളത്. അങ്ങനെയാണെങ്കിൽ അതിന് പകരക്കാരൻ ഒരാളെ കണ്ടെത്തിയാൽ പോരെ, അല്ലാതെ ഈ പുതിയ കമ്മിറ്റിയെ തിരഞ്ഞെടുക്കേണ്ട ആവശ്യമുണ്ടോ എന്ന് കൂടി ചോദിക്കുന്നു. പ്രസിഡന്റ് മോഹൻലാലിന്റെ നേതൃത്വത്തിൽ തന്നെ ഈ ഒരു സംഘടന അത് അങ്ങനെ തന്നെ മുന്നോട്ട് പോകട്ടെ, ഈ എക്സിക്യൂട്ടീവ് അംഗങ്ങളെ ആ രീതിയിൽ തന്നെ മുന്നോട്ട് പോകട്ടെ എന്നും ഒരു വിഭാഗം ആളുകൾ പറയുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ അടുത്ത് ചേരുന്ന യോഗത്തിൽ, ജനറൽ ബോഡി യോഗത്തിലായിരിക്കും ഇത് അടക്കമുള്ള കാര്യങ്ങളിൽ അന്തിമ തീരുമാനം ഉണ്ടാകുക. നടിയെ ആക്രമിച്ച കേസിൽ ജാമ്യം കിട്ടിയതോടുകൂടി ഒന്നാം പ്രതിയായ പൾസർ സുനി ജയിലിൽ നിന്ന് പുറത്തിറങ്ങുന്നതിനുള്ള അടുത്ത നിയമ നടപടികളിലേക്ക് പോവുകയാണ്. സുപ്രീം കോടതിയിൽ നിന്ന് അനുകൂല ഉത്തരവ് കിട്ടിയെങ്കിലും ജാമ്യ വ്യവസ്ഥകൾ എന്തൊക്കെയാണ് എന്ന് തീരുമാനിക്കുന്നത് വിചാരണ കോടതിയാണ്. അതിനാൽ തന്നെ വിചാരണ കോടതിയെ ഉടൻ തന്നെ സമീപിക്കാൻ ഒരുങ്ങുകയാണ് പൾസർ സുനി. നടപടിക്രമങ്ങൾ പൂർത്തിയാക്കാനാണ് വിചാരണ കോടതിയെ സമീപിക്കുക. വിചാരണ കോടതി തീരുമാനിക്കുന്ന വ്യവസ്ഥകളോടെ ജാമ്യം നൽകണമെന്ന് സുപ്രീം കോടതി കഴിഞ്ഞ ദിവസമാണ് ഉത്തരവിട്ടത്. ഡാനി പോൾ തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം. സുപ്രീം കോടതി ജാമ്യം അനുവദിച്ചതോടെ എത്രയും പെട്ടെന്ന് ജയിലിൽ നിന്ന് പുറത്തേക്കെത്താനുള്ള ഒരു ശ്രമങ്ങളുമായിട്ട് പൾസർ സുനിയുടെ ഒപ്പമുള്ള അഭിഭാഷകരടക്കം മുന്നോട്ട് പോവുകയാണ്. എത്രയും പെട്ടെന്ന് ഇതിനു വേണ്ടിയുള്ള നടപടിക്രമങ്ങൾ പൂർത്തിയാക്കാൻ വേണ്ടിയാണ് ശ്രമിക്കുന്നത്. നിലവിൽ സുപ്രീം ഉള്ള നടപടികൾക്കായിട്ട് വിചാരണ കോടതിയെ സമീപിക്കാനാണ് നിർദ്ദേശം നൽകിയിട്ടുള്ളത്. ഒപ്പം പ്രോസിക്യൂഷൻ ഈ ജാമ്യ വ്യവസ്ഥകൾ അല്ലെങ്കിൽ ജാമ്യം അനുവദിക്കുമ്പോൾ എതിർപ്പ് പ്രകടിപ്പിച്ചിരുന്നു. അതോടൊപ്പം തന്നെ ജാമ്യം അനുവദിക്കുമ്പോൾ ഇതിന് വ്യവസ്ഥകൾ കർശനമാക്കണമെന്നുള്ള ഭാഗവും ഉന്നയിച്ചിരുന്നു. അപ്പോൾ അതിനും പ്രോസിക്യൂഷന്റെ വിചാരണ കോടതിയെ തന്നെ സമീപിച്ചുകൊണ്ട് വിചാരണ കോടതി തീരുമാനിക്കുന്നതനുസരിച്ചുകൊണ്ട് നടപടികൾ മുന്നോട്ട് പോകാനാണ് സുപ്രീം കോടതിയുടെ നിർദ്ദേശമുള്ളത്. അതുകൊണ്ട് വരും ദിവസങ്ങളിൽ തന്നെയും ഇത് പരിഗണനയിലേക്ക് വരും. ജാമ്യം അനുവദിച്ച കാര്യമടക്കം വിചാരണ കോടതിയിൽ ബോധ്യപ്പെടുത്തും. അതോടൊപ്പം തന്നെ പ്രോസിക്യൂഷൻ അവരുടെ എതിർപ്പ് പ്രകടിപ്പിക്കുന്നതോടൊപ്പം കർശനമായ ജാമ്യ വ്യവസ്ഥകൾ വേണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്യും. നേരത്തെ ഏതാണ്ട് 10 തവണയോളം വിചാരണ ഹൈക്കോടതിയിലടക്കം പൾസർ സുനി മുൻകൂർ ജാമ്യം വേണമെന്നുള്ള ആവശ്യവുമായിട്ട് എത്തിയിരുന്നു. വിചാരണ നീണ്ടുപോകുന്നു എന്നതടക്കമുള്ള കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ചിരുന്നു. അതോടൊപ്പം തന്നെയാണ് 2 തവണ സുപ്രീം കോടതിയിലും എത്തിയത്. എത്തുമ്പോഴെല്ലാം തന്നെ പ്രോസിക്യൂഷൻ പറഞ്ഞിരുന്ന കാര്യങ്ങൾ ഇയാൾക്ക് പുറത്തിറങ്ങിയാൽ അത് മൊഴികൾ തിരുത്താനുള്ള ഒരു സാഹചര്യം, ഒപ്പം തന്നെയും ഈ കേസ് അട്ടിമറിക്കപ്പെടാനുള്ള ഒരു സാഹചര്യം, ഇതെല്ലാം തന്നെ സജീവമായി നിലനിൽക്കുന്നു എന്നതടക്കമുള്ള കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ചിരുന്നു. പല വെളിപ്പെടുത്തലുകൾ നടത്താം. അത് കേസിന്റെ അന്വേഷണത്തെ ബാധിക്കും. അത് കേസിന്റെ ഗതിയെ തന്നെ നിർണ്ണയിക്കുന്ന രീതിയിലേക്ക് അടക്കം പോകുമെന്ന കാര്യങ്ങളെല്ലാം തന്നെ ഉന്നയിച്ചിരുന്നു. സ്വാഭാവികമായും പ്രോസിക്യൂഷൻ വിചാരണ കോടതിയിൽ ഇത്തരം കാര്യങ്ങൾ മുന്നോട്ട് വയ്ക്കും. മാധ്യമങ്ങളോടക്കം സംസാരിക്കരുത് എന്നതടക്കമുള്ള കർശനമായ ഉപാധികൾ വയ്ക്കാം. അങ്ങനെ പല കാര്യങ്ങളിലും അത്തരം കാര്യങ്ങൾ മുന്നോട്ട് വരുന്നൊരു സാഹചര്യമാണുള്ളത്. ഇത് സംബന്ധിച്ച് അന്വേഷണ ഉദ്യോഗസ്ഥരും അതോടൊപ്പം തന്നെ പ്രോസിക്യൂഷൻ വിഭാഗവും എല്ലാം തന്നെ ഒരു പ്രാഥമികമായ രീതിയിൽ ഒരു കൂടിയാലോചനകൾ നടത്തിയെന്ന സൂചനകൾ തന്നെയാണ് ലഭിക്കുന്നത്. അതനുസരിച്ചുകൊണ്ട് തന്നെ പ്രോസിക്യൂഷൻ കോടതിയിൽ അത്തരം ആവശ്യങ്ങൾ വിചാരണ കോടതിയിൽ മുന്നോട്ട് വയ്ക്കും. കർശനമായ ഉപാധികൾ മുന്നോട്ട് വയ്ക്കും. പ്രത്യേകിച്ച് സംസ്ഥാനം ഒട്ടാകെ, ഇന്ത്യ ഒട്ടാകെ തന്നെയും ശ്രദ്ധിക്കപ്പെട്ട ഒരു കേസ് തന്നെയായിരുന്നു ഇത്. അതിലെ മുഖ്യപ്രതി പുറത്തേക്ക് വരുമ്പോൾ അത് കേസിന്റെ അന്വേഷണത്തെ അല്ലെങ്കിൽ കേസിന്റെ വിചാരണ ഘട്ടം നിർണായകമായിട്ട് തന്നെ മുന്നോട്ട് പോകുന്നു. അതിനെ ബാധിക്കരുത് എന്ന് തന്നെയുള്ള
ഉപാധികൾ മുന്നോട്ട് വയ്ക്കും. സ്വാഭാവികമായും വിചാരണ കോടതി അതടക്കമുള്ള കാര്യങ്ങൾ പരിഗണിക്കും. വിചാരണ അനന്തമായി നീണ്ടുപോകുന്നു എന്നതടക്കമുള്ള കാര്യങ്ങളായിരുന്നു സുപ്രീം കോടതിയിൽ പൾസസുയുടെ അഭിഭാഷകർ വാദിച്ചത്. അതുകൊണ്ട് അത്തരം കാര്യങ്ങളെല്ലാം വീണ്ടും ഇപ്പോൾ കോടതിയുടെ പരിഗണനയിലേക്ക് അടക്കം വരുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. പ്രത്യേകിച്ച് അന്വേഷണ ഉദ്യോഗസ്ഥനെ തന്നെ വളരെ ദീർഘദിവസം തന്നെ വിസ്തരിച്ച ഒരു ഘട്ടത്തിലാണ് സുപ്രീം കോടതിയും അത്തരം കാര്യങ്ങൾ ഈ ജാമ്യം പരിഗണിക്കുന്ന വേളയിൽ അത്തരം കാര്യങ്ങളിലെ നിജസ്ഥിതിയും സുപ്രീം കോടതി ആരാഞ്ഞിരുന്നു. സ്വാഭാവികമായും ഇത്തരം കാര്യങ്ങളും ഈ ജാമ്യ വ്യവസ്ഥകൾ വരുമ്പോൾ ഒരുപക്ഷെ വിചാരണ കോടതിക്ക് മുന്നിലേക്ക് അത്തരം പരാമർശങ്ങൾ കൂടി ശ്രദ്ധയിൽപ്പെടുത്തിയേക്കാം. എന്തായാലും വരും ദിവസങ്ങളിൽ തന്നെ ഈ ജാമ്യ വ്യവസ്ഥ സംബന്ധിച്ചുള്ള കാര്യങ്ങൾ വിചാരണ കോടതിയിലേക്ക് എത്തും. ADGP MR അജിത് കുമാറിനെതിരെയുള്ള വിജിലൻസ് അന്വേഷണം പ്രഖ്യാപിക്കുന്നതിൽ തീരുമാനം വൈകുകയാണ്. ഇതുവരെ ഒരു തീരുമാനവും സർക്കാരിൽ നിന്ന് ഉണ്ടായിട്ടില്ല. വിജിലൻസ് അന്വേഷണ ശുപാർശ മുഖ്യമന്ത്രിയുടെ ഓഫീസ് ഇതുവരെ ഇതിന്മേൽ നടപടി സ്വീകരിച്ചിട്ടും ഇല്ല. ADGP MR അജിത് കുമാറിനെതിരെ വിജിലൻസ് അന്വേഷണം വേണമെന്ന DGPയുടെ ശുപാർശയിൽ ഇതുവരെ മുഖ്യമന്ത്രിയുടെ ഓഫീസ് തീരുമാനമെടുത്തിട്ടില്ല. പൊതുവിൽ ADGPക്കെതിരെയുള്ള അന്വേഷണങ്ങളിൽ ഒരു മെല്ലെപ്പോക്ക് എന്ന നിലയിൽ തന്നെയാണ് കാര്യങ്ങൾ. ഇന്ന് പ്രതിപക്ഷ നേതാവും വിമർശനവുമായി രംഗത്തെത്തി. ADGPയെ തൊടാൻ മുഖ്യമന്ത്രിക്ക് കഴിയില്ല എന്നായിരുന്നു പ്രതിപക്ഷ നേതാവിന്റെ വാക്കുകൾ. അത് ഉത്തരവ് ഇടാൻ മുഖ്യമന്ത്രിക്ക് പറ്റില്ല. കാരണം മുഖ്യമന്ത്രിയുടെ ദൂതനായിട്ടാണ് ADGP RSS നേതാവിനെ കണ്ടിട്ടുള്ളത്. അതിലെങ്ങനെയാണ് അന്വേഷണം നടത്തുന്നത്? അന്വേഷണം നടത്താൻ പറ്റില്ല. അതാണ് യാഥാർത്ഥ്യം. എന്ത് കാര്യത്തിനാണ് കേരളത്തിലെ ക്രമസമാധാന ചുമതലയുള്ള പോലീസ് ഉദ്യോഗസ്ഥൻ RSSന്റെ അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറിയെ കണ്ടതെന്നാണ് മന്ത്രിമാരടക്കമുള്ള ആളുകൾ പറഞ്ഞത്. വ്യക്തിപരമായി കണ്ടതാണ്. വ്യക്തിപരമായ എന്താ? അവർ തമ്മിൽ വല്ല അതിർത്തി തർക്കമുണ്ടോ? അവർ തമ്മിൽ സംസാരിക്കാൻ എന്ത് കാര്യം പറയാനായിട്ട് 1 മണിക്കൂർ പോയി സംസാരിച്ചത്? 10 ദിവസത്തെ ഇടവേളയിൽ ഇവിടെ രാം മാധവനെയും കണ്ടു തിരുവനന്തപുരത്ത്. RSS നേതാക്കളുമായി ചർച്ച ചെയ്യാൻ മുഖ്യമന്ത്രി എന്തിനാണ് പോലീസ് ഉദ്യോഗസ്ഥരെ അയക്കുന്നത്? അതല്ലേ ചോദ്യം. ADGP RSS നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്തിയതിനെ കുറിച്ച് അന്വേഷണം വേണമെന്ന ഘടകകക്ഷികളുടെ ആവശ്യമുണ്ടായിരുന്നു. CPI നേതാക്കൾ ഉൾപ്പെടെയുള്ളവർ കഴിഞ്ഞ ഇടതുമുന്നണി യോഗത്തിൽ ഇക്കാര്യം ഉന്നയിക്കുകയും ചെയ്തു. മുഖ്യമന്ത്രി അന്വേഷണം ഉണ്ടാകുമെന്ന് ഉറപ്പ് നൽകി. എന്നാൽ ഇതുവരെയും ആ നിലയ്ക്ക് ഈ കൂടിക്കാഴ്ച സംബന്ധിച്ച് ഒരു അന്വേഷണം നടത്തേണ്ടതുണ്ട് എന്ന നിലയ്ക്കുള്ളൊരു ഉത്തരവ് ഇതുവരെ പുറത്തിറങ്ങിയിട്ടില്ല. ആദ്യം ഒരു അന്വേഷണ സംഘത്തെ രൂപീകരിച്ചിരുന്നു. ADGP കൊല നടത്തി സ്വർണ്ണക്കടത്ത് സംഘങ്ങളുമായി ഇടപെട്ടു, പിടികൂടുന്ന സ്വർണത്തിന്റെ വലിയൊരു പങ്ക് തട്ടിയെടുത്തു തുടങ്ങി PV അൻവർ ഉന്നയിച്ച ആരോപണങ്ങളുണ്ടായിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് 5 അംഗ അന്വേഷണ സംഘത്തെ നിയോഗിച്ചത്. എന്നാൽ ഈ അന്വേഷണ സംഘം കൂടിക്കാഴ്ചയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പരിശോധിക്കുമോ എന്ന കാര്യത്തിൽ വ്യക്തതയില്ല. മാത്രമല്ല അക്കാര്യത്തിൽ മുഖ്യമന്ത്രിയോ മുഖ്യമന്ത്രിയുടെ ഓഫീസോ ഇതുവരെ ഒരു വ്യക്തത വരുത്തിയിട്ടുമില്ല. VV വിനോദ്, ന്യൂസ് 18 തിരുവനന്തപുരം. NCPയിൽ മന്ത്രിസ്ഥാന തർക്കം അതിരൂക്ഷമാവുകയാണ്. ഇത് പരിഹരിക്കുന്നതിനു വേണ്ടി NCP ദേശീയ അധ്യക്ഷൻ ശരത് പവാർ ഇപ്പോൾ സംസ്ഥാന നേതാക്കളെ ചർച്ചയ്ക്കായി വിളിച്ചിരിക്കുകയാണ്. മറ്റന്നാൾ മുംബൈയിലാണ് ചർച്ച. ഈ ചർച്ചയിൽ മന്ത്രി AK ശശീന്ദ്രനും തോമസ് K തോമസും PC ചാക്കോയും പങ്കെടുക്കും. കൂടുതൽ വിവരങ്ങളുമായി VV അരുൺ ചേരുകയാണ്. അരുൺ, NCPയിൽ അങ്ങനെ ഒരു മന്ത്രിതർക്കം ഇല്ല എന്ന് AK ശശീന്ദ്രൻ ആവർത്തിച്ചു പറയുന്നു. അദ്ദേഹം ഒരു കാരണവശാലും മന്ത്രിസ്ഥാനം ഒഴിയില്ല എന്ന നിലപാടിലാണല്ലോ. ഇപ്പോൾ ഈ 3 പേരെയും മുംബൈയിലേക്ക് ചർച്ചയ്ക്ക് വിളിച്ചിരിക്കുമ്പോൾ എന്തായാലും മന്ത്രിസ്ഥാനത്തിൽ ഒരു മാറ്റം ഇതേ നിലപാട് തന്നെ ആയിരിക്കുകയില്ലേ സ്വാഭാവികമായും ദേശീയ നേതൃത്വത്തിൽ നിന്നും ഉണ്ടാകാൻ പോകുന്നത്? NCPയിൽ മന്ത്രിസ്ഥാനത്തിൽ തർക്കമുണ്ടെന്നത് വസ്തുതയാണ്. AK ശശീന്ദ്രനെ മാറ്റാൻ വേണ്ടി വലിയ നീക്കം NCPയിൽ നടക്കുന്നു. അത് NCPയുടെ സംസ്ഥാന അധ്യക്ഷൻ PC ചാക്കോ അടക്കമുള്ളവർ ശശീന്ദ്രൻ മാറണമെന്ന നിലപാട് ഉള്ളവരാണ്. തോമസ് K തോമസ് സുന്ദരിയാകട്ടെ എന്നാണ് ആ വിഭാഗം പറയുന്നത്. പക്ഷേ ശശീന്ദ്രൻ ഇപ്പോഴും വിട്ടുകൊടുക്കാൻ തയ്യാറല്ല, ഒഴിഞ്ഞു മാറാനും തയ്യാറല്ല. അങ്ങനെ മന്ത്രിസ്ഥാനം ഒഴിയേണ്ടി വന്നാൽ MLA സ്ഥാനം കൂടി രാജിവെക്കുമെന്നൊരു ഭീഷണി ശശീന്ദ്രൻ പാർട്ടി നേതൃത്വം അതുപോലെ തന്നെ മുഖ്യമന്ത്രിയും അക്കാര്യം അറിയിച്ചിട്ടുണ്ടെന്നാണ് സൂചന. മുഖ്യമന്ത്രിയുടെ പിന്തുണ ശശീന്ദ്രൻ പ്രതീക്ഷിക്കുന്നുമുണ്ട്. ഏതായാലും ശരത് പവാറിന്റെ വാക്കുകളാകും ആ പാർട്ടിയിൽ നിർണായകം. അതുകൊണ്ടാണ് ശരത് പവാറിന്റെ യുവാദിന്റെ യോഗം ഏറ്റവും പ്രധാനപ്പെട്ടാകുന്നത്. യുവാദിയിൽ 3 നേതാക്കളെ മുംബൈയിലേക്ക് വിളിച്ചിട്ടുണ്ട്. 3 പേരും പങ്കെടുക്കുമെന്നാണ് ഇപ്പോൾ അറിയിച്ചിട്ടുള്ളത്. ആ യോഗത്തിൽ ശരത് പവാറിന്റെ നിലപാട് വ്യക്തമാകും. അതോടുകൂടി NCPയിലെ മന്ത്രി ആര് ശശീന്ദ്രൻ തുടരുമോ അല്ലെങ്കിൽ തോമസ് K തോമസ് ഇനിയുള്ള കാലം മന്ത്രിസ്ഥാനത്തേക്ക് വരുമോ എന്ന കാര്യത്തിൽ വ്യക്തതയുണ്ട്. ശരി, NCPയിൽ മന്ത്രിതർക്കമുണ്ട് എന്നുള്ള കാര്യം ഉറപ്പാവുകയാണ്. ഇക്കാര്യം AK ശശീന്ദ്രൻ നിഷേധിക്കുന്നുണ്ടെങ്കിലും അദ്ദേഹത്തെ മാറ്റി തോമസ് K തോമസിനെ മന്ത്രിയാക്കണം എന്നുള്ള ആവശ്യം NCPയിലുണ്ട്. ഈ തർക്കം പരിഹരിക്കുന്നതിന് വേണ്ടിയാണ് ദേശീയ അധ്യക്ഷൻ ശരത് പവാർ മുംബൈയിൽ ചർച്ചയ്ക്കായി വിളിച്ചിരിക്കുന്നത്. മറ്റന്നാളാണ് ചർച്ച. ജമ്മു കശ്മീർ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ ആദ്യഘട്ട വോട്ടെടുപ്പ് തുടരുകയാണ്. 24 മണ്ഡലങ്ങളിലാണ് ഇന്ന്
തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. ജമ്മു കശ്മീരിന്റെ പ്രത്യേക പദവി എടുത്തു കളഞ്ഞതിന് ശേഷം നടക്കുന്ന ആദ്യ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കശ്മീർ ജനത എങ്ങനെ വോട്ട് രേഖപ്പെടുത്തുമെന്നത് അതിനിർണായകമാണ്. വോട്ടെടുപ്പിൽ പങ്കാളികളായി ജനാധിപത്യ ഉത്സവം ശക്തിപ്പെടുത്തണമെന്ന് പ്രധാനമന്ത്രി എക്സിൽ കുറിച്ചു. രാകേഷ് ചേരുകയാണ് കൂടുതൽ വിവരങ്ങളുമായി. രാകേഷ്, എങ്ങനെയാണ് ഇതുവരെയുള്ള പോളിംഗിന്റെ റിപ്പോർട്ട്? കശ്മീർ ജനത പ്രധാനമന്ത്രി പറഞ്ഞതുപോലെ തന്നെ ഇതൊരു ഉത്സവമാക്കി എടുത്തിട്ടുണ്ടോ, അതോ സാധാരണ രീതിയിലുള്ള പോളിംഗ് മാത്രമേ ഉള്ളൂ? മഞ്ജുഷ, ഭേദപ്പെട്ട പോളിംഗ് തന്നെയാണ് ഇന്ന് ഉച്ചവരെയുള്ള കണക്കുകൾ പരിശോധിക്കുമ്പോൾ ജമ്മു കശ്മീരിൽ രേഖപ്പെടുത്തിയിട്ടുള്ളത്. കാരണം 11 മണി വരെയുള്ള കണക്കുകളാണ് ഔദ്യോഗികമായി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇപ്പോൾ പുറത്തുവിട്ടിട്ടുള്ളത്. അത് പ്രകാരം 26.7 ആണ് ഇന്ന് ആദ്യഘട്ട പോളിംഗ് ഇതുവരെ രേഖപ്പെടുത്തിയിട്ടുള്ളത്. സ്വാഭാവികമായും 1 മണി വരെയുള്ള കണക്കുകൾ എടുക്കുമ്പോൾ അത് 35% മുകളിൽ വരാനുള്ള സാധ്യതയാണ് നിലവിലുള്ളത്. അങ്ങനെയെങ്കിൽ അത് മെച്ചപ്പെട്ട പോളിംഗ് ആണ്. ലോക്സഭാ തെരഞ്ഞെടുപ്പിന് സമാനമായ രീതിയിലുള്ള ഒരു പോളിംഗ് ഇത്തവണയും ജമ്മു കാശ്മീരിൽ രേഖപ്പെടുത്തും എന്ന് തന്നെ ഈ കണക്കുകൾ സൂചനകൾ നൽകുന്നുണ്ട്. കാരണം 35 വർഷത്തിനിടയിലെ ഏറ്റവും മികച്ച പോളിംഗ് രേഖപ്പെടുത്തിയത് 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിലായിരുന്നു. അന്ന് 58% പോളിംഗ് ജമ്മു കാശ്മീരിൽ രേഖപ്പെടുത്തി. നിലവിലെ കണക്കുകൾ അനുസരിച്ചാണെങ്കിൽ അതിനോട് ചേർന്ന് നിൽക്കുന്ന ഒരു പോളിംഗ് ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. കാര്യമായ അക്രമ സംഭവങ്ങളൊന്നും തന്നെ ഉണ്ടായിട്ടില്ല. കിഷ്ത്വാറിൽ PDP പ്രവർത്തകരും ഒപ്പം തന്നെ BJPയും തമ്മിൽ കയ്യേറ്റമുണ്ടായി. അവിടെ BJP സ്ഥാനാർത്ഥിയെ കയ്യേറ്റം ചെയ്തു എന്ന ആരോപണവുമായി BJP പ്രവർത്തകർ രംഗത്ത് വന്നിട്ടുണ്ട്. അങ്ങനെ ചില സംഭവങ്ങൾ ഒഴിച്ചു നിർത്തി കഴിഞ്ഞാൽ കാര്യമായ അക്രമ സംഭവങ്ങളോ അനിഷ്ട സംഭവങ്ങളോ ഒന്നും തന്നെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല. ഏതായാലും ജമ്മു കാശ്മീരിനെ സംബന്ധിച്ച് ഏറെ നിർണായകമായ തെരഞ്ഞെടുപ്പാണ്. പ്രത്യേകിച്ച് 10 വർഷത്തിന് ശേഷം നടക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ്, ജമ്മു കാശ്മീരിന്റെ പ്രത്യേക പദവി എടുത്തു കളഞ്ഞതിന് ശേഷമുള്ള ആദ്യ നിയമസഭാ തെരഞ്ഞെടുപ്പ്, ആ വിഷയങ്ങളടക്കം ചർച്ചയായ തെരഞ്ഞെടുപ്പ്. അപ്പോൾ അതിനെ എങ്ങനെ കശ്മീർ ജനത വോട്ട് ചെയ്യുന്നു എന്നുള്ളത് നിർണായകമാണ്. മാത്രവുമല്ല, ജമ്മു എടുക്കുകയാണെങ്കിൽ അവിടെ കോൺഗ്രസും BJPയുമാണ് പ്രധാനപ്പെട്ട പോരാട്ടമെങ്കിൽ കശ്മീർ താഴ്വരയിലേക്ക്, പ്രത്യേകിച്ച് തെക്കൻ കശ്മീരിലേക്ക് അടക്കം വരുമ്പോൾ നാഷണൽ കോൺഫറൻസും PDPയും തമ്മിലാണ് മത്സരം. അവിടെ പക്ഷേ ഇത്തവണ എൻജിനീയർ റാഷിദിന്റെ പാർട്ടിയും ജമാഅത്തെ ഇസ്ലാമിയും സഖ്യമായി മത്സരിക്കുന്നുണ്ട്. അവർ വോട്ട് പിളർത്തുമ്പോൾ അത് ആർക്ക് ഗുണം ചെയ്യും തുടങ്ങിയ കാര്യങ്ങളൊക്കെ തന്നെ നിർണായകമാണ്. ഏതായാലും 24 മണ്ഡലങ്ങൾ ഇപ്പോൾ വിധി എഴുതിക്കൊണ്ടിരിക്കുകയാണ്. ഇന്നത്തെ മത്സരങ്ങൾ നടക്കുന്ന മണ്ഡലങ്ങൾ അത് പ്രധാനമായും പ്രമുഖരായ സ്ഥാനാർത്ഥികൾ മത്സരിക്കുന്ന സ്ഥലങ്ങൾ തന്നെയാണല്ലോ. ഇപ്പോൾ രാകേഷ് പറഞ്ഞതുപോലെ ഇന്ത്യ സഖ്യവും BJPയും തമ്മിലാണ് മത്സരമെങ്കിലും പലയിടങ്ങളിലും ചതുഷ്കോണ മത്സരവുമുണ്ട്. ഇന്നത്തെ വോട്ടെടുപ്പ് നടക്കുന്ന മണ്ഡലങ്ങളുടെ പ്രത്യേകതകൾ എന്താണ് രാകേഷ്? മഞ്ജുഷ്, ഇന്ന് വോട്ടെടുപ്പ് നടക്കുന്നത് പ്രധാനമായും 2 മേഖലകളിലാണ്. അതായത് ജമ്മു മേഖലയിലെ 8 മണ്ഡലങ്ങൾ, ഒപ്പം തന്നെ കശ്മീർ മേഖലയിലെ തെക്കൻ കശ്മീരിലെ മണ്ഡലങ്ങളിലാണ് ഇന്ന് വോട്ടെടുപ്പ് നടക്കുന്നത്. അതായത് തെക്കൻ കശ്മീരിലെ 4 ജില്ലകളിൽ ഇന്ന് വിധിയെഴുത്ത് നടക്കുന്നു. ആ 4 ജില്ലകൾ, ഒന്ന് ഷോപ്പിയാൻ, മറ്റൊന്ന് പുൽവാമ, ഒപ്പം തന്നെ കുൽഗാം, അനന്ത്നാഗ് തുടങ്ങിയ 4 ജില്ലകളിലെ 16 മണ്ഡലങ്ങളാണ് വോട്ടെടുപ്പ് നടക്കുന്നത്. ജമ്മു മേഖലയിലേക്ക് വരുമ്പോൾ ദോഡ, കിഷ്ത്വാർ, ഒപ്പം തന്നെ റാംബാൻ എന്നീ 3 ജില്ലകളിൽ നിന്നായി 8 മണ്ഡലങ്ങളിൽ വോട്ടെടുപ്പ് നടക്കുന്നു. അതിൽ തന്നെ പല പ്രധാനപ്പെട്ട സ്ഥാനാർത്ഥികളും മത്സരരംഗത്തുണ്ട്. അനന്ത്നാഗ് മണ്ഡലത്തിലെ ബിജ്വാരയിൽ മത്സരിക്കുന്നത് PDP മുൻ മുഖ്യമന്ത്രി കൂടിയായ മെഹബൂബ് മുഫ്തിയുടെ മകൾ ഇൽത്തിജ മുഫ്തി ഇത്തവണ അവർ ആദ്യമായി മത്സരിക്കുകയാണ്. അവർ മത്സരരംഗത്തുണ്ട്. അനന്ത്നാഗ് ജില്ലയിൽപ്പെട്ട മണ്ഡലമാണ് ഈ പറയുന്ന ബിജ്വാര. നേരത്തെ 1967 മുഫ്തി മുഹമ്മദ് സയ്യിദ് ആദ്യമായി നിയമസഭയിലെത്തിയത് ആ മണ്ഡലത്തിനാണ്. അവിടെയാണ് ഇപ്പോൾ ഏതായാലും ഇൽത്തിജ ജനവിധി തേടുന്നത്. ഒപ്പം തന്നെ കുൽഗാം മണ്ഡലത്തിൽ നിന്ന് CPM കേന്ദ്ര കമ്മിറ്റി അംഗമായ യൂസഫ് തരിഗാമി മത്സരിക്കുന്നു. അദ്ദേഹം തുടർച്ചയായി 4 തവണ അവിടെ നിന്ന് വിജയിച്ചതാണ്. നേരത്തെ ജമ്മു കാശ്മീരിന്റെ പ്രത്യേക പദവി എടുത്തു കളഞ്ഞതിന് ശേഷം വീട്ടുതടങ്കലിലാക്കപ്പെട്ട നേതാവാണ് യൂസഫ് തരിഗാമി. സീതാറാം യെച്ചൂരിയാണ് അവിടെ സന്ദർശിച്ച ആദ്യ നേതാവ്. യെച്ചൂരിയുടെ വിയോഗ സമയത്തൊക്കെ അത് വലിയ വാർത്തയായിരുന്നു. അപ്പോൾ കുൽഗാമിൽ വീണ്ടും അവിടെ തരിഗാമി മത്സരിക്കുന്നു. CPM ഇന്ത്യ സഖ്യത്തിന്റെ ഭാഗമാണ് ജമ്മു കാശ്മീരിൽ. നാഷണൽ കോൺഫറൻസ് നേതൃത്വം നൽകുന്ന സഖ്യത്തിൽ കോൺഗ്രസ് ഉണ്ട്, ഒപ്പം തന്നെ CPM ഉണ്ട്, ജമ്മു കാശ്മീർ പാന്തേഴ്സ് പാർട്ടി ഉണ്ട്. അങ്ങനെ 4 പാർട്ടികൾ ചേർന്ന സഖ്യമാണ് മത്സരിക്കുന്നത്. PDP അവിടെ ഒറ്റയ്ക്ക് മത്സരിക്കുന്നു. ഏതായാലും കശ്മീർ താഴ്വരയെ സംബന്ധിച്ച് നിർണായകമാവുക എൻജിനീയർ റാഷിദിന്റെ പാർട്ടി, ഒപ്പം തന്നെ ജമാഅത്തെ ഇസ്ലാമി ഇവർ എങ്ങനെ വോട്ടുകൾ പിളർത്തുമെന്നാണ്. കാരണം ഇക്കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബാരാമുള്ള ലോക്സഭാ മണ്ഡലത്തിൽ നിന്ന് എൻജിനീയർ റാഷിദ് വിജയിച്ചിരുന്നു. ഈ അടുത്തിടെയാണ് ജാമ്യം കിട്ടിയത്. അദ്ദേഹം തോൽപ്പിച്ചത് ഒമർ അബ്ദുള്ളയാണ്. അപ്പോൾ അവർ എങ്ങനെ ഈ വോട്ട് പിളർത്തുന്നതടക്കമുള്ള വിഷയങ്ങൾ നിർണായകമാകും. പ്രത്യേകിച്ച് 2014 കണക്കുകൾ നോക്കുകയാണെങ്കിൽ ആർക്കും അവിടെ ഭൂരിപക്ഷം ഉണ്ടായിരുന്നില്ല. PDP ഏറ്റവും വലിയ ഒറ്റകക്ഷിയായി.
BJP പിന്തുണയോടുകൂടിയാണ് അവിടെ സർക്കാർ ഉണ്ടാക്കിയതെന്നതും അന്ന് ശ്രദ്ധേയമായ കാര്യമായി. ശരിയാണ്. രാഗേഷാണ് വിവരങ്ങൾ നൽകിയത്. ജമ്മു കശ്മീരിൽ ഇന്ന് അതിനിർണായകമായ തെരഞ്ഞെടുപ്പാണ് നടക്കുന്നത്. തമിഴ്നാട്ടിൽ നിന്നുള്ള ഒരു പ്രധാന വാർത്തയുണ്ട്. ഉദയനിധി സ്റ്റാലിൻ തമിഴ്നാടിന്റെ ഉപമുഖ്യമന്ത്രിയാകും. പ്രഖ്യാപനം ഉച്ചയോടെ ഉണ്ടാകുവാനാണ് സാധ്യത. രാഗേഷ് തന്നെയാണ് ഈ വാർത്തയുടെ വിശദാംശങ്ങളുമായി ന്യൂസ് ഡെസ്കിൽ നിന്ന് ചേരുന്നത്. രാഗേഷ്, ഇതിന് മുൻപും ഇത്തരത്തിലുള്ള അഭ്യൂഹങ്ങൾ ഉണ്ടായിരുന്നു. കഴിഞ്ഞ മാസം പോലും അങ്ങനെയുള്ള വാർത്ത പ്രചരിച്ചതാണ്. ഉദയനിധി സ്റ്റാലിൻ തമിഴ്നാടിന്റെ ഉപമുഖ്യമന്ത്രിയാകുന്നു, സ്റ്റാലിന്റെ പിൻഗാമിയായി ഉദയനിധി വരുന്നു എന്ന്. പക്ഷേ അന്നൊന്നും അത് നടന്നില്ല. ഇത്തവണ പക്ഷേ ഇത് ഉറപ്പിച്ച കാര്യം തന്നെയാണല്ലോ. കുടുംബത്തിൽ അങ്ങനെ ഒരു ധാരണയുണ്ട് എന്നുള്ള കാര്യം ഇപ്പോൾ പുറത്തു വന്നു കഴിഞ്ഞില്ലേ? അങ്ങനെയാണെങ്കിൽ ഉദയനിധിയെ ഇന്ന് തന്നെ ഉപമുഖ്യമന്ത്രിയായി പ്രഖ്യാപിക്കുമെന്നാണോ? അതെ, കാരണം കഴിഞ്ഞ ഒരു വർഷത്തിനിടയിൽ 3 or 4 തവണ ഇത്തരത്തിൽ ഉദയനിധി സ്റ്റാലിനെ ഉപമുഖ്യമന്ത്രിയായി പ്രഖ്യാപിച്ചേക്കുമെന്ന വാർത്തകൾ ഉണ്ടായിരുന്നു. അന്ന് പക്ഷേ MK സ്റ്റാലിനോ അല്ലെങ്കിൽ ഉദയനിധി സ്റ്റാലിനോ അതിന് അനുകൂലമാകുന്ന അല്ലെങ്കിൽ ശരിവെക്കുന്ന ഒരു നിലപാട് കൈക്കൊണ്ടിരുന്നില്ല. ഉദയനിധി സ്റ്റാലിൻ തന്നെ പറഞ്ഞത് താനിപ്പോൾ യൂത്ത് വിങ്ങിന്റെ ചുമതലയുള്ള നേതാവാണ്, അത് തന്റെ ഹൃദയത്തോട് ചേർന്ന് നിൽക്കുന്നു എന്ന പ്രതികരണം അദ്ദേഹം നടത്തിയിരുന്നു. മുഖ്യമന്ത്രിയാണ് ഇക്കാര്യത്തിൽ തീരുമാനമെടുക്കുകയാണെന്നാണ് പറഞ്ഞിരുന്നത്. MK സ്റ്റാലിൻ പക്ഷേ ഈ അടുത്തിടെ US സന്ദർശിച്ചിരുന്നു. അന്ന് US പോകുമ്പോൾ മാധ്യമങ്ങൾ ചോദിച്ചപ്പോഴുള്ള പ്രതികരണത്തിൽ നിന്നാണ് അത്തരമൊരു സൂചന അദ്ദേഹം ആദ്യം നൽകിയത്. അതായത് ചില മാറ്റങ്ങൾ അനിവാര്യമാണെന്ന് പറയുന്നു. കഴിഞ്ഞ ആഴ്ച മടങ്ങി വന്നപ്പോൾ മാറ്റങ്ങൾ ഉടനുണ്ടാവും, അല്ലെങ്കിൽ ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങൾ മാത്രമേ പ്രഖ്യാപിക്കൂ എന്ന പ്രതികരണം MK സ്റ്റാലിൻ നടത്തിയത് ഇതിന്റെ സൂചനയായി കാണുകയും ചെയ്യുന്നു. ഏതായാലും ഇപ്പോൾ ലഭിക്കുന്ന വിവരം അനുസരിച്ച് ഇന്ന് വൈകിട്ടോടുകൂടി പ്രഖ്യാപനം ഉദയനിധിയെ ഉപമുഖ്യമന്ത്രിയായി പ്രഖ്യാപിച്ചുകൊണ്ട് പിൻഗാമിയായി പ്രഖ്യാപിച്ചുകൊണ്ടുള്ള ഒരു തീരുമാനം ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഏതായാലും MK സ്റ്റാലിൻ എങ്ങനെ വന്നോ അതിന് സമാനമായ രീതിയിൽ തന്നെയാണ് ഇപ്പോൾ ഉദയനിധിയെയും ഉയർത്തിക്കൊണ്ടുവരുന്നതെന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കാരണം 2006 മുതൽ 2011 വരെ കരുണാനിധി തമിഴ്നാടിന്റെ മുഖ്യമന്ത്രിയായിരുന്നു. അന്ന് 2009 ഭരണത്തിന്റെ 3ാം വർഷത്തിലാണ് MK സ്റ്റാലിനെ ഉപമുഖ്യമന്ത്രി ആയിക്കൊണ്ടുള്ള തീരുമാനിച്ചുകൊണ്ടുള്ള പ്രഖ്യാപനം അന്ന് കരുണാനിധി നടത്തുന്നത്. അതിന് സമാനമായ രീതിയിൽ 2021 അധികാരത്തിൽ വന്ന MK സ്റ്റാലിൻ ഇപ്പോൾ അദ്ദേഹത്തിന് 71 വയസ്സുണ്ട്. ഭരണം ഏതാണ്ട് 3 വർഷം പിന്നിടുമ്പോൾ നിലവിൽ ആദ്യ ടൈം MLA ആയ ഉദയനിധിയെ അദ്ദേഹം ഇപ്പോൾ മന്ത്രിയാണ്. സ്പോർട്സിന്റെയും ഒപ്പം തന്നെ യുവജനക്ഷേമത്തിന്റെയും ചുമതല വഹിക്കുന്നു. ഇപ്പോൾ 3 വർഷം പിന്നിടുമ്പോൾ സമാനമായ രീതിയിൽ ഉദയനിധി സ്റ്റാലിനെയും ഉപമുഖ്യമന്ത്രിയായി പ്രഖ്യാപിച്ചുകൊണ്ടുള്ള തീരുമാനത്തിലേക്ക് വരികയാണ്. ഏതായാലും കുടുംബത്തിൽ ഇത് സംബന്ധിച്ച ധാരണയായി എന്നാണ് ഇപ്പോൾ ഏറ്റവും ഒടുവിലായി ലഭിക്കുന്ന വിവരം. അതുകൊണ്ട് തന്നെ ഇന്ന് വൈകിട്ട് മുമ്പായി ഔദ്യോഗികമായ പ്രഖ്യാപനം പ്രതീക്ഷിക്കുന്നു. മഞ്ജുഷ്. ശരി, രാകേഷാണ് വിവരങ്ങൾ നൽകിയത്. ഉദയനിധി സ്റ്റാലിൻ MK സ്റ്റാലിന്റെ പിൻഗാമിയായിട്ട് കടന്നു വരികയാണ്. തമിഴ്നാട്ടിൽ ഉപമുഖ്യമന്ത്രിയായി ഉദയനിധി സ്റ്റാലിനെ ഇന്ന് പ്രഖ്യാപിക്കും. മറ്റു വാർത്തയിലേക്ക്. ലെബനനിൽ പേജർ പൊട്ടിത്തെറിച്ചുണ്ടായ അപകടത്തിൽ മരിച്ചവരുടെ എണ്ണം 11ആയി. മരിച്ചവരിൽ ഒരു കുട്ടിയും ഉൾപ്പെടുന്നുണ്ട്. ഹിസ്ബുല്ലയിലെ അംഗങ്ങൾ ആശയവിനിമയം നടത്തുവാൻ ഉപയോഗിച്ചിരുന്ന പേജറുകളാണ് പൊട്ടിത്തെറിച്ചത്. 200-ലധികം പേരുടെ നില ഗുരുതരമാണ്. ആക്രമണത്തിന് പിന്നിൽ ഇസ്രായേൽ ചാരസംഘടനയായ മൊസാദാണെന്നാണ് ഹിസ്ബുല്ല ആരോപിക്കുന്നത്. എന്നാൽ ആക്രമണത്തിന്റെ ഉത്തരവാദിത്വം ഇതുവരെ ആരും ഏറ്റെടുത്തില്ല. സുവി വിശ്വനാഥൻ ചേരുകയാണ് കൂടുതൽ വിവരങ്ങളുമായി ന്യൂസ് ഡെസ്കിൽ നിന്ന്. സുവി, അത്യപൂർവമായ ഒരു ആക്രമണമാണല്ലോ നടന്നത്. ഇതിപ്പോൾ ലൊക്കേഷൻ ട്രാക്കിങ്ങിൽ നിന്ന് രക്ഷപ്പെടുന്നതിന് വേണ്ടി മൊബൈലുകൾക്ക് പകരം പേജറുകൾ ഉപയോഗിച്ചു വരികയായിരുന്നു ലെബനനിൽ ഹിസ്ബുല്ല. പക്ഷേ ഇത് ഈ വിതരണ ശൃംഖലയിൽ തന്നെ കടന്നു കയറിയുള്ള ഒരു എന്നാണല്ലോ ഇപ്പോൾ വിലയിരുത്തപ്പെടുന്നത്. പക്ഷേ ഇത് മൊസാദാണെന്നതിന് ഒരു തരത്തിലുള്ള സ്ഥിരീകരണവും വന്നിട്ടില്ലല്ലോ ഇതുവരെ. മൊസാദാണ് എന്നതിന് ഒരു തരത്തിലുള്ള സ്ഥിരീകരണവും ഇതുവരെ വന്നിട്ടില്ല. ഹിസ്ബുല്ല ആരോപിക്കുന്നത് ഇത് മൊസാദിന്റെ ആക്രമണമാണ് എന്നാണ്. ഗാസ യുദ്ധത്തിന് ശേഷം വടക്കൻ അതിർത്തിയിൽ, ഇറാന്റെ വടക്കൻ അതിർത്തിയിൽ ഇത്തരത്തിൽ വലിയ തോതിലുള്ള ആക്രമണങ്ങൾ ഇരു രാജ്യങ്ങളും തമ്മിൽ നടക്കുന്നുണ്ടായിരുന്നു. അതിന്റെ തുടർച്ചയായിട്ടാണ് ഈ ആക്രമണവും എന്നാണ് കരുതുന്നത്. അപ്രതീക്ഷിതമായി ഹിസ്ബുല്ല പ്രവർത്തകർ സന്ദേശങ്ങൾ കൈമാറാൻ ഉപയോഗിക്കുന്നത് പേജറുകളാണ്. മൊബൈൽ ഉപയോഗിച്ചാൽ ഇത് ട്രാക്ക് ചെയ്യപ്പെടുന്നു എന്നാണ് പറയുന്നത്. അതുകൊണ്ടാണ് പേജറുകൾ ഉപയോഗിക്കുന്നത്. അതൊരു സുരക്ഷിത മാർഗമാണ് എന്നാണ് കരുതിയിരുന്നത്. എന്നാൽ അതും ഇപ്പോൾ സുരക്ഷിതമല്ല എന്ന് തെളിയിക്കുകയാണ്. അത്യപൂർവമായ തരത്തിലുള്ള ഒരു സ്ഫോടന പരമ്പരയാണ് കഴിഞ്ഞ ദിവസം നടന്നത്. കഴിഞ്ഞ ദിവസം ഉച്ചയ്ക്ക് 3:30 ഈ ആക്രമണം ഉണ്ടാകുന്നത്. ബെയ്റൂട്ട് ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ പേജറുകൾ പൊട്ടിത്തെറിക്കുകയായിരുന്നു. തുടർന്ന് 2750ഓളം പേർക്ക് പരിക്കേറ്റിട്ടുണ്ട്. ഇതിൽ 200 പേരുടെ നില ഗുരുതരമാണ് എന്ന റിപ്പോർട്ടുകളാണ് പുറത്തുവരുന്നത്. ഇതിനോടകം തന്നെ മരിച്ചവരുടെ എണ്ണം 11
11 പേർ മരിച്ചു. അതിൽ ഒരു പെൺകുട്ടി ഉള്ളവരാണ് മരിച്ചിരിക്കുന്നത്. ഈ പേജറുകളാണ് പൊട്ടിത്തെറിച്ചത്. ഇതെങ്ങനെയാണ് പൊട്ടിത്തെറി ഉണ്ടായത് എന്നത് സംബന്ധിച്ച കാര്യങ്ങളിലൊന്നും സ്ഥിരീകരണം വന്നിട്ടില്ല. ഇസ്രായേലാണ് ആക്രമണത്തിൽ പിന്നിൽ എന്ന് ഹിസ്ബുല്ല ആരോപിക്കുമ്പോഴും ആരും ആക്രമണത്തിന്റെ ഉത്തരവാദിത്തം ഏറ്റെടുത്തിട്ടില്ല. എന്നാൽ ഇത് നിഷേധിച്ചുകൊണ്ടുള്ള ഒരു പ്രസ്താവനയും ഇസ്രായേലിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടില്ല. മേഖലയിൽ ഈ പ്രതിസന്ധി, അതായത് യുദ്ധം കടുക്കുന്നതിന്റെ ഒരു സൂചനയാണ് ഇത് നൽകുന്നത്. മഞ്ജുഷ്, ശരി, യുദ്ധോപകരണ വിദഗ്ധർ ചില വിലയിരുത്തലുകൾ മുന്നോട്ട് വെച്ചിട്ടുണ്ട്. എങ്ങനെയാണ് പേജറുകൾ പൊട്ടിത്തെറിച്ചത് എന്ന്. ഹിസ്ബുള്ള ഓർഡർ ചെയ്ത പേജറുകളിൽ ഇസ്രായേലി ചാരസംഘടനയായ മൊസാദ് സ്ഫോടക വസ്തുക്കൾ ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ടാവാം. ഇതാണ് സ്ഫോടനത്തിന് കാരണമായത് എന്നുള്ള നിഗമനത്തിലാണ് ബ്രിട്ടനിൽ നിന്നുള്ള യുദ്ധോപകരണ വിദഗ്ധർ. അതുപോലെ തന്നെ അമേരിക്കയിൽ നിന്നുള്ള വിശദീകരണവും ഈ രീതിയിലാണ്. അവിടെ നിന്നുള്ള യുദ്ധോപകരണ വിദഗ്ധരും ഈ രീതിയിലുള്ള വിശദീകരണമാണ് ഇപ്പോൾ നൽകുന്നത്. ഇത് അനുമാനങ്ങളാണ് ഇപ്പോൾ. മറ്റൊരു വാർത്തയിലേക്ക്. വയനാട് ദുരന്തവുമായി ബന്ധപ്പെട്ട ചെലവിന്റെ കണക്കുകൾ വസ്തുതാവിരുദ്ധമെങ്കിൽ സർക്കാർ ആ നിലപാട് വ്യക്തമാക്കണമെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ആവശ്യപ്പെട്ടു. കണക്ക് നൽകിയിരിക്കുന്നത് ഹൈക്കോടതിയിലാണ്. വിശ്വാസ്യത ഉയർത്തിപ്പിടിക്കേണ്ടത് അതുകൊണ്ട് തന്നെ സർക്കാരാണ്. സർക്കാർ ശ്രദ്ധയോടെ കാര്യങ്ങൾ ചെയ്യണമായിരുന്നുവെന്നും വി ഡി സതീശൻ പറഞ്ഞു. അല്ല, ഞാനല്ലല്ലോ നിഷേധിക്കേണ്ടത് ഗവൺമെന്റ് അല്ലേ? ഗവൺമെന്റ് അത് നിഷേധിച്ചിട്ടില്ലല്ലോ. ഗവൺമെന്റ് അത് നിഷേധിച്ചിട്ടുണ്ടോ? ഗവൺമെന്റ് ചെലവഴിച്ചിട്ടില്ല എന്നാണ് പറഞ്ഞത്. പിന്നെ ഇനി എസ്റ്റിമേറ്റ് എന്ന് പറയുന്നത് ആക്ച്വൽസ് എന്ന് എഴുതി. ഞാൻ ചോദിക്കട്ടെ, ആ മെമ്മോറാണ്ടം തയ്യാറാക്കിയതിൽ ഗുരുതരമായ തെറ്റുകളുണ്ട്. അത് ചൂണ്ടിക്കാണിക്കണ്ടേ? കറക്റ്റായിട്ടുള്ള മെമ്മോറാണ്ടം ആയിക്കണ്ടേ? എന്നിട്ട് ഇപ്പോൾ എന്താ പറയുന്നത്, CPM സെക്രട്ടേറിയറ്റ് പറഞ്ഞിരിക്കുക അതല്ല ശരി, മാധ്യമങ്ങൾ തെറ്റായി പറയും. മാധ്യമങ്ങളാണോ തെറ്റായി പറഞ്ഞത്? ഹൈക്കോടതി വിധിയിൽ പകർപ്പിലുള്ളതാണ് ഈ മെമ്മോറാണ്ടം. അതിലാണ് ഈ കണക്കെഴുതി വെച്ചിരിക്കുന്നത്. അവിടെ ഭക്ഷണം കൊടുക്കാൻ 10 കോടി രൂപ ചെലവായി, മൃതശരീരങ്ങൾ അടക്കാൻ വേണ്ടി കോടിക്കണക്കിന് രൂപ ചെലവായി. അവിടെ ഇതെല്ലാം സത്യസന്ധമായി ചെയ്ത ഡോണേഴ്സ് ഇല്ലേ? ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ് അസോസിയേഷനാണ് 7000 പേർക്ക് എല്ലാ ദിവസവും 3 നേരം ഭക്ഷണം കൊടുത്തത്. ബാക്കിയുള്ള സന്നദ്ധ സംഘടനകളുണ്ട്. അവിടെ സ്ഥലം കൊടുത്തത് HML ആണ് ഈ മൃതശരീരം അടക്കം ചെയ്യാൻ. JCB കൊടുത്ത വേറെ ആളാണ്. കുഴി കുഴിച്ചത് സന്നദ്ധ സംഘടനകളാണ്. 1 രൂപ സർക്കാരിന് ചെലവായിട്ടില്ല. 1 രൂപ. അവിടെ വീടുകളിലേക്ക് സാധനങ്ങൾ വരെ കൊടുത്തത് ആളുകൾ കൊടുത്താണ്. അതിന്റെയൊക്കെ കണക്ക് എഴുതി വെച്ചാൽ അതിന്റെ വിശ്വാസ്യത പോകും. ഇക്കാര്യത്തിൽ വിശദീകരണവുമായി മന്ത്രി മുഹമ്മദ് റിയാസ്. കേന്ദ്ര സർക്കാരിന്റെ സഹായം കിട്ടാത്തത് കേരളത്തിലെ ചില BJP നേതാക്കളുടെ കുത്തിത്തിരിപ്പാണെന്നാണ് മുഹമ്മദ് റിയാസ് പറഞ്ഞത്. ദുരന്തബാധിതർക്ക് സഹായം കിട്ടാതിരിക്കാനുള്ള സാഹചര്യം ഉണ്ടാക്കുകയാണ്. ഇടതുപക്ഷത്തോടുള്ള അന്ധമായ വിരോധം വയനാട്ടിലെ ദുരന്തബാധിതരോട് തീർക്കുകയാണ് ഇപ്പോഴെന്നും മുഹമ്മദ് റിയാസ് പറഞ്ഞു. കേരളത്തിൽ മുമ്പും ദുരന്തം ഉണ്ടായിട്ടുണ്ട്. ഇന്ത്യയിലെ പല സംസ്ഥാനങ്ങളും ദുരന്തം ഉണ്ടായിട്ടുണ്ട്. അപ്പോഴൊക്കെ നോംസ് പാലിച്ചുകൊണ്ട് എന്താണോ ചെയ്തത് അത് തന്നെയാണ് ഇപ്പോൾ കേരളത്തിലെ സർക്കാരും ചെയ്തിട്ടുള്ളത്. എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. ഇത് പറയാത്തത് BJPയുടെ ഏജന്റ് പണിയെടുക്കുന്ന ചില മാധ്യമ സുഹൃത്തുക്കൾക്കും അതുപോലെ തന്നെ മറ്റു ചിലർക്കുമാണ്. ബാക്കി എല്ലാവർക്കും ഇതിനെക്കുറിച്ച് നല്ല ധാരണയുണ്ട്. പിന്നെ മുഖ്യമന്ത്രി അങ്ങനെ മിണ്ടാതിരിക്കുന്ന ആളല്ല. മിണ്ടേണ്ട സമയത്ത് കൃത്യമായിട്ട് മിണ്ടും, പറയേണ്ട സമയത്ത് കൃത്യമായിട്ട് പറയും. അത് ഇനിയും തുടരും. മുഖ്യമന്ത്രി മിണ്ടാത്ത ആളാണ്, മുഖ്യമന്ത്രി ഒന്നിനും പറ്റാത്ത ആളാണ്. മുഖ്യമന്ത്രി ആകുന്നതിന് മുമ്പും പിണറായി വിജയൻ ആകെ മോശമാണെന്നൊക്കെ പ്രചരിപ്പിക്കാൻ തുടങ്ങിയിട്ട് 4 നൂറ്റാണ്ട്. നിങ്ങൾക്ക് യഥാർത്ഥത്തിൽ 4 നൂറ്റാണ്ടായി വേട്ട നടത്തിയിട്ടും ഇരയെ വീഴ്ത്താൻ പറ്റാത്തതിന്റെ ഒരു അനുശോചന യോഗമാണെങ്കിൽ നിങ്ങൾക്ക് 25 കൊല്ലമായിട്ട് നിങ്ങളിൽ പലർക്കും നടത്താൻ പറ്റും. പറയേണ്ടത് കൃത്യമായി പറഞ്ഞുകൊണ്ട് തന്നെ മുന്നോട്ട് പോകും. പാർട്ടിയോട് സഹകരിക്കാതെ പിണങ്ങി നടക്കുന്നതിനെക്കുറിച്ച് EP ജയരാജന്റെ ചില വിശദീകരണം വന്നിട്ടുണ്ട്. തീക്ഷ്ണമായ പരീക്ഷണങ്ങളിലൂടെ വളർന്നു വന്ന വ്യക്തിയാണെന്ന് EP ജയരാജൻ. ഇപ്പോൾ ഉണ്ടാക്കുന്ന കാര്യങ്ങളിൽ അതുകൊണ്ട് തന്നെ ബുദ്ധിമുട്ടുമില്ല. പാർട്ടിക്ക് ദോഷമുണ്ടാക്കുന്ന ഒരു കാര്യവും ഇപ്പോൾ പറയുന്നില്ലെന്നും EP ജയരാജൻ വ്യക്തമാക്കി. ഞാൻ ഇത്തരം ഒരു കാര്യങ്ങളെക്കുറിച്ചും പാർട്ടിക്ക് ദോഷമുണ്ടാക്കുന്ന ഒരു കാര്യങ്ങളും ഞാൻ പറയില്ല. എനിക്ക് നിങ്ങളോട് ജനങ്ങളാണ് എൻ്റെ മുമ്പിലുള്ള ശക്തി. ആ ജനങ്ങളോടാണ് എനിക്ക് ബാധ്യത. ആ ജനങ്ങളോടാണ് ഞാൻ പറയുക. ഞാൻ ഒരുപാട് വേദനയും ദുഃഖങ്ങളൊക്കെ അനുഭവിച്ച് വളർന്നു വന്ന ഒരാളാണ്. തീക്ഷ്ണമായ പരീക്ഷണങ്ങൾ നേരിട്ട് കടന്നു വന്ന ഒരാളാണ്. അതുകൊണ്ട് എനിക്ക് ഇത്തരത്തിലുള്ള കാര്യങ്ങളൊന്നും ഒരു പുതുമയല്ല. അതിലൂടെ വളർന്നു വന്നിട്ടുള്ള ഒരാളെന്നുള്ള നിലയിൽ എനിക്കിപ്പോൾ ഒരു പ്രശ്നവും എൻ്റെ മുമ്പിലില്ല. വളരെ സന്തോഷവും സംതൃപ്തിയേ ഉള്ളൂ. ആ സന്തോഷത്തിൻ്റെ വഴികളിലൂടെ സഞ്ചരിക്കുന്നു. അതിൽ നിങ്ങളുടെ എല്ലാം സഹായങ്ങളും സഹകരണങ്ങളും
കേരളത്തിൽ IS റിക്രൂട്ട്മെന്റിനെ കുറിച്ചുള്ള പി ജയരാജന്റെ പരാമർശം ഇതുവരെ CPMന്റെ നേതാക്കൾ പ്രതികരിച്ചിട്ടില്ല. പൊളിറ്റിക്കൽ ഇസ്ലാം എന്ന പി ജയരാജന്റെ പ്രതികരണവും ഏറ്റെടുക്കുവാനായിട്ട് CPM നേതാക്കൾ ഇതുവരെ തയ്യാറായിട്ടില്ല. അതേസമയം EP ജയരാജൻ ഇക്കാര്യത്തിൽ പി ജയരാജനെ തള്ളിപ്പറയുകയാണ്. തീവ്രവാദ സംഘടനകൾക്ക് കടന്നുവരാൻ കഴിയാത്ത ഇടമാണ് കേരളമെന്ന് EP ജയരാജൻ. പലർക്കും വ്യത്യസ്ത അഭിപ്രായങ്ങൾ ഉണ്ടാകാം. സംസ്ഥാന സർക്കാർ ശക്തമായ നടപടി ഇക്കാര്യത്തിൽ സ്വീകരിച്ചിട്ടുണ്ടെന്നും EP ജയരാജൻ പറഞ്ഞു. കേരളത്തിൽ നിന്ന് IS റിക്രൂട്ട്മെന്റ് നടക്കുന്നുവെന്ന പി ജയരാജന്റെ പരാമർശത്തെക്കുറിച്ചായിരുന്നു EP ജയരാജനോട് ചോദിച്ചത്. കേരളത്തിൽ പൊതുവെ തീവ്രവാദ സംഘടനകളെ നല്ലതുപോലെ നിരീക്ഷിച്ച് നടപടി സ്വീകരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഗവൺമെൻറ്റാണ് ഇവിടെ ഉള്ളത്. യഥാർത്ഥത്തിൽ ഞാൻ മനസ്സിലാക്കിയത് ഇവിടെ തീവ്രവാദ പ്രവർത്തനം അസാധ്യമാക്കിയിട്ടുണ്ട് എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഈ തീവ്രവാദ സംഘടനകൾ അവരുടെ ഒരു ശത്രുവെ പോലെ കാണുന്നതാണ് ഇവിടുത്തെ ഗവൺമെൻറ്റും അതുപോലെ തന്നെ ഇവിടെയുള്ള ഇടതുപക്ഷം. എൻ്റെ ഒരു അനുഭവം അതാണ്. പലർക്കും വ്യത്യസ്തമായ അനുഭവങ്ങളോ കാര്യങ്ങളോ ഉണ്ടായേക്കാം. ആ അനുഭവങ്ങളുടെ അടിസ്ഥാനത്തിൽ അവർ രേഖപ്പെടുത്തുന്നത് അവരുടെ അനുഭവ കാര്യങ്ങളാണ്. ഞാൻ മനസ്സിലാക്കുന്നത് കേരളമാണ് ഈ തീവ്രവാദ പ്രവർത്തനങ്ങൾക്ക് കടന്നു വരാൻ കഴിയാത്ത ഒരു സംസ്ഥാനം. ഇവിടെ മതസാഹോദര്യവും സന്തോഷവും സംതൃപ്തിയും ജനങ്ങൾക്കുണ്ടാക്കാൻ അതീവ ജാഗ്രതയോടുകൂടി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഗവൺമെൻറ്. അതുകൊണ്ട് തന്നെ ഇവിടെ എല്ലാ ജനവിഭാഗങ്ങളും ജാതിമത ഭേദമില്ലാതെ എല്ലാവരും ഏകോദര സഹോദരങ്ങളെപ്പോലെ ജീവിക്കുന്നുണ്ട്. ഒരു തീവ്രവാദ പ്രവർത്തനങ്ങളും ഈ കേരളത്തിൽ ഈ ഗവൺമെൻറ് അനുവദിക്കില്ല എന്ന് തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പി ജയരാജനെ തള്ളിപ്പറയുകയായിരുന്നു EP ജയരാജൻ. യുവാക്കൾ പൊളിറ്റിക്കൽ ഇസ്ലാമിലേക്ക് വഴിതെറ്റുന്നു എന്നായിരുന്നു പി ജയരാജൻ പറഞ്ഞത്. കേരളത്തിൽ നിന്ന് ISലേക്ക് നടന്ന റിക്രൂട്ട്മെന്റ് ഗൗരവമായി കാണണമെന്നും പി ജയരാജൻ ആവശ്യപ്പെട്ടിരുന്നു. മത തീവ്രവാദ ആശയം ചിലരെ സ്വാധീനിക്കുന്നുണ്ട്. കണ്ണൂരിൽ നിന്ന് ചെറുപ്പക്കാർ ഭീകര സംഘടനയുടെ ഭാഗമായെന്നും പി ജയരാജൻ പറഞ്ഞിരുന്നു. അദ്ദേഹത്തിന്റെ ആ വാക്കുകളിലേക്ക്. ഈ പൊളിറ്റിക്കൽ ഇസ്ലാം ഒരു വലിയ പ്രശ്നമായിട്ട് വരികയാണ്. കേരളത്തിലടക്കം ചില ചെറുപ്പക്കാർ വഴിതെറ്റിപ്പോയി ഇസ്ലാമിക് സ്റ്റേറ്റിൽ ചേർന്നു. അപ്പോൾ അതിനെ അതിശയോക്തിപരമായി കാണണ്ട. പക്ഷേ ചില ചെറുപ്പക്കാരെയെങ്കിലും ഈ തരത്തിലുള്ള രാഷ്ട്രീയ ഇസ്ലാം സ്വാധീനിക്കുന്നു. 92-ലെ ബാബരി മസ്ജിദ് തകർച്ചയ്ക്ക് ശേഷമാണ് ഈ തരത്തിൽ ചില ചെറുപ്പക്കാരൊക്കെ വഴിതെറ്റിപ്പോയത്. ISലേക്ക് റിക്രൂട്ട് ചെയ്യുന്ന സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതുപോലെ തന്നെ കാശ്മീരിലെ കുപ്വാരയിൽ കണ്ണൂരിൽ നിന്നുള്ള 4 ചെറുപ്പക്കാർ പോയി ഏറ്റുമുട്ടി കൊല ചെയ്യപ്പെട്ടല്ലോ. റിക്രൂട്ട്മെൻറ്റ് നടന്നിട്ടുണ്ട്, പക്ഷേ അപൂർവം ചിലരാണ്. പക്ഷേ അത് നമ്മൾ ഗൗരവമായി കാണണം എന്നതാണ് എൻ്റെ നിലപാട്. പൊളിറ്റിക്കൽ ഇസ്ലാം ഗൗരവമായി തന്നെ കാണണമെന്നാണ് പി ജയരാജന്റെ വാക്കുകൾ. എന്നാൽ ഇതിനോട് CPM ഔദ്യോഗികമായിട്ട് പ്രതികരിച്ചിട്ടില്ല. പക്ഷേ EP ജയരാജൻ ഇക്കാര്യം തള്ളിപ്പറയുകയാണ്. മറ്റൊരു വാർത്തയിലേക്ക്. കൊല്ലം മൈനാഗപ്പള്ളിയിൽ സ്കൂട്ടർ യാത്രക്കാരിയെ കാർ കയറ്റി കൊലപ്പെടുത്തിയ കേസിൽ കൂടുതൽ വിവരങ്ങൾ ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. അപകട സമയത്ത് പ്രതികളായ ഡോക്ടർ ശ്രീകുട്ടിയും അജ്മലും സഞ്ചരിച്ച കാറിന് ഇൻഷുറൻസ് ഉണ്ടായിരുന്നില്ലെന്ന് പോലീസ് അന്വേഷണത്തിൽ കണ്ടെത്തി. പിന്നീട് ഓൺലൈനായിട്ട് ഇൻഷുറൻസ് എടുക്കുകയായിരുന്നു. വിവരങ്ങളുമായി വിനീഷ് ചേരുകയാണ്. വിനീഷ്, ഡോക്ടർ ശ്രീകുട്ടിയെയും അതുപോലെ തന്നെ അജ്മലിനെയും കൂടുതൽ ചോദ്യം ചെയ്യുന്നതിന് വേണ്ടി കസ്റ്റഡിയിൽ വേണമെന്നുള്ള കാര്യം ഇന്ന് പോലീസ് ആവശ്യപ്പെട്ടിട്ടുണ്ടോ? എന്തെല്ലാം പുതിയ കാര്യങ്ങളാണ് ഈ അപകടത്തെക്കുറിച്ച് ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ളത്? തീർച്ചയായും കൊല്ലം മൈനാഗപ്പള്ളിയിൽ സ്കൂട്ടർ യാത്രക്കാരിയെ കാർ കയറ്റി കൊലപ്പെടുത്തിയ കേസിൽ കൂടുതൽ വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം ഇതുമായി ബന്ധപ്പെട്ട കുറെ ദൃശ്യങ്ങൾ പോലീസിന് ലഭിച്ചിരുന്നു. ഇപ്പോൾ അവസാനമായി നമുക്ക് ലഭിക്കുന്ന വിവരം, ഈ ദൃശ്യങ്ങളിൽ കുറച്ചുപേർ ഈ അജ്മലിനെ മർദ്ദിക്കുന്ന ചില ദൃശ്യങ്ങൾ പുറത്തു വന്നിരുന്നു. ഇത് പോലീസ് സൂക്ഷ്മമായി പരിശോധിച്ചിട്ട് 5 പേർക്കെതിരെയാണ് ഇപ്പോൾ പോലീസ് കേസെടുത്തിരിക്കുന്നത്. കണ്ടാലറിയാവുന്ന 5 പേർക്കെതിരെ കേസെടുത്തു എന്നൊരു വാർത്ത ഇതോടൊപ്പം തന്നെ പങ്കുവെക്കാം. അതുപോലെ തന്നെ ഈ പ്രതിയായ അജ്മലും കൂടെ ഉണ്ടായിരുന്ന ഡോക്ടർ ശ്രീകുട്ടിയും മദ്യലഹരിയിലായിരുന്നു വാഹനം ഓടിച്ചിരുന്നതെന്നാണ് പോലീസ് കണ്ടെത്തിയത്. പക്ഷേ ഇവരെ ഇപ്പോൾ നിലവിൽ ഇവരെ റിമാൻഡ് ചെയ്തിരിക്കുകയാണ്. ഈ അട്ടക്കുളങ്ങര ജയിലിലാണ് ശ്രീകുട്ടി ഉള്ളത്. കൊല്ലം ജയിലിലാണ് അജ്മൽ കഴിയുന്നത്. ഇപ്പോൾ ശാസ്താംകോട്ട പോലീസാണ് ഈ കേസ് അന്വേഷിക്കുന്നത്. ഇവരെ കസ്റ്റഡിയിൽ വിട്ടുകിട്ടുന്നതിനായിട്ട് കസ്റ്റഡി അപേക്ഷ ഉടൻ തന്നെ സമർപ്പിക്കും എന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. 3 ദിവസത്തെ കസ്റ്റഡി കാലാവധിയിലായിരിക്കും അപേക്ഷ സമർപ്പിക്കുക. കൂടുതൽ ചോദ്യം ചെയ്യലും അതുപോലെ തന്നെ തെളിവെടുപ്പും എല്ലാം പൂർത്തിയാക്കേണ്ടതായിട്ടുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ വ്യക്തത വരുന്നതിന് വേണ്ടി ഈ തെളിവെടുപ്പ് പൂർത്തിയാകുമ്പോൾ മാത്രമേ നമുക്ക് പറയാൻ സാധിക്കുകയുള്ളൂ. ഇവരുടെ ക്രിമിനൽ പശ്ചാത്തലം ഉൾപ്പെടെ പോലീസ് പരിശോധിച്ച് വരികയാണ്.
ശരി വിനീഷ്, ഇൻഷുറൻസ് ഇല്ലാത്ത കാറിലായിരുന്നു സഞ്ചരിക്കവെയാണ് ഈ അപകടം ഉണ്ടായത്. അതിനുശേഷം ഓൺലൈനായിട്ട് ഇൻഷുറൻസ് എടുക്കുകയായിരുന്നു. മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയിലേക്ക്. ന്യൂസ് 18 കേരളം നേരത്തെ ഗുണ്ടാ നേതാവായ ആഷ്ലിൻ ബെൽമനെ കുറിച്ചുള്ള വാർത്തകൾ പുറത്തുവിട്ടിരുന്നു. പക്ഷേ പോലീസ് ചെറുവിരൽ പോലും അനക്കിയിരുന്നില്ല. ഇപ്പോൾ ആഷ്ലിൻ ബെൽമൻ പരസ്യമായി കൊച്ചിയിൽ വീണ്ടും ഓഫീസ് തുറന്നിരിക്കുകയാണ്. മരടിലാണ് VIP പ്രൊഡക്ഷൻസ് എന്ന പേരിൽ സിനിമാ കമ്പനിയുടെ ഓഫീസ് പ്രവർത്തനം തുടങ്ങിയത്. ഒരു മാസം മുൻപ് കൊച്ചിയിൽ ഗുണ്ടാ മീറ്റപ്പ് സംഘടിപ്പിച്ചതിന് പിന്നാലെയാണ് ഇപ്പോൾ VIP പ്രൊഡക്ഷൻസ് എന്ന പേരിൽ സിനിമാ ഓഫീസും തുറന്നിരിക്കുന്നത്. അന്ന് പോലീസ് എത്തി ഓഫീസ് പൂട്ടിച്ചിരുന്നു. ഗുണ്ടാ മീറ്റപ്പ് സംഘടിപ്പിച്ച കേസിൽ ആഷ്ലിൻ ബെൽമൻ ഇപ്പോഴും ഒളിവിലാണെന്നാണ് പോലീസ് നൽകുന്ന വിശദീകരണം. പെരുമ്പാവൂർ അനസ് എന്ന ഗുണ്ടാ നേതാവിന്റെ കൂട്ടാളിയായ ആഷ്ലിൻ ബെൽമന്റെ തട്ടിപ്പ് രീതിയെക്കുറിച്ചുള്ള വിശദമായ റിപ്പോർട്ടുകൾ നേരത്തെ ന്യൂസ് 18 പുറത്തുവിട്ടിരുന്നു. വിവരങ്ങളുമായി ടോം കുര്യാക്കോസ് ചേരുകയാണ് കൊച്ചിയിൽ നിന്ന്. ടോം, അന്ന് വിശദമായ കാര്യങ്ങൾ ആഷ്ലിൻ ബെൽമനെ കുറിച്ച് ടോം തന്നെ റിപ്പോർട്ട് ചെയ്തതാണ്. പക്ഷേ അതിനുശേഷവും പോലീസ് ഇയാളെ കണ്ടെത്തുവാനുള്ള എന്തെങ്കിലും കാര്യങ്ങൾ നീക്കിയിരുന്നോ? ഇപ്പോൾ ആഷ്ലിൻ ബെൽമൻ തന്നെ വന്നാണോ കൊച്ചിയിൽ ഇങ്ങനെ ഒരു ഓഫീസ് തുറന്നത്, അതോ അയാളുടെ അനുയായികളാണോ? മഞ്ജുഷ്, ഒരു മാസം മുൻപാണ് നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ ഗുണ്ടാ നേതാവ് ആഷ്ലിൻ ബെൽമൻ കൊച്ചിയിൽ ഒരു VIP പ്രൊഡക്ഷൻസ് എന്ന പേരിൽ ഓഫീസ് തുറന്നത്. അന്ന് തന്നെ, അതായത് അന്ന് രാവിലെ ഈ ഓഫീസ് VIP പ്രൊഡക്ഷൻസിന്റെ ഓഫീസിന്റെ ഉദ്ഘാടന ചടങ്ങുകൾ നടക്കുന്നു. ഉച്ചയ്ക്ക് ശേഷം ഗുണ്ടകളുടെ മീറ്റപ്പ് സംഘടിപ്പിക്കുന്നു. ഇത് അറിഞ്ഞാണ്, അതായത് ഇതുമായി ബന്ധപ്പെട്ട ഈ ഗുണ്ടാ മീറ്റപ്പ് നടക്കുന്നതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ ഇന്റലിജൻസ് റിപ്പോർട്ട് ലഭിച്ചതിന്റെ അടിസ്ഥാനത്തിലായിരുന്നു മരട് പോലീസ് അവിടെ റെയ്ഡ് നടക്കുന്നു. ആഷ്ലിൻ ബെൽമൻ ഇതറിഞ്ഞ് അവിടെ നിന്നും മുങ്ങുന്നു. കഴിഞ്ഞ ഒരു മാസമായി ആഷ്ലിൻ ബെൽമൻ ഒളിവിലെന്നാണ് പോലീസ് നൽകുന്ന വിവരം. ഇപ്പോഴും ഈ ആഷ്ലിൻ ബെൽമനെ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണം നടക്കുന്നുണ്ട് എന്ന് മാത്രമാണ് പോലീസ് നൽകുന്ന വിശദീകരണം. അതിനിടെയാണ് ആഷ്ലിൻ ബെൽമൻ അതേ സ്ഥലത്ത് കൊച്ചി മരടിൽ തന്നെ വീണ്ടും VIP പ്രൊഡക്ഷൻസ് എന്ന പേരിൽ സിനിമാ കമ്പനിയുടെ ഓഫീസിന്റെ പ്രവർത്തനം വീണ്ടും പുനരാരംഭിച്ചത്. ഒരു മാസം മുൻപ് ഇവിടെ ഗുണ്ടാ മീറ്റപ്പ് സംഘടിപ്പിച്ചതിന് പിന്നാലെ ഓഫീസ് പോലീസ് എത്തി അന്ന് പൂട്ടിച്ചതാണ്. വീണ്ടും ഓഫീസ് തുറന്നു. ഇന്ന് രാവിലെ 10 മണിക്കാണ് ഓഫീസ് തുറന്നത്. ഏതാനും ജീവനക്കാരുണ്ട്. ഇത് സിനിമ പ്രൊഡക്ഷൻ കമ്പനി എന്ന രീതിയിലാണ് ഇവർ നൽകുന്ന വിവരം. അതായത് ആഷ്ലിൻ ബെൽമൻ തന്നെ ഇന്നലെ അയാളുടെ ഇൻസ്റ്റഗ്രാം അക്കൗണ്ടിൽ ഈ പുതിയ ഓഫീസ് തുറക്കുന്നു എന്ന് പറഞ്ഞ് ഒരു പോസ്റ്റ് ഇട്ടിരുന്നു. പക്ഷെ ആഷ്ലിൻ ബെൽമൻ സ്ഥലത്തില്ല, മരടിലില്ല, ഇപ്പോഴും ഒളിവിലാണ്. തിരുവനന്തപുരം കളിയിക്കാട് സ്വദേശിയാണ്. ഇയാളുടെ പ്രധാന പ്രവർത്തന കേന്ദ്രങ്ങൾ ദുബായും തമിഴ്നാടുമാണ്. അതുകൊണ്ട് തന്നെ അവിടേക്ക് ഈ സ്ഥലങ്ങളിലേക്ക് കടക്കാനുള്ള സാധ്യതയുണ്ട്. പക്ഷെ പോലീസ് നിലവിൽ പറയുന്നത് ആഷ്ലിൻ ബെൽമൻ ദുബായിലേക്ക് കടന്നിട്ടില്ല, രാജ്യത്ത് തന്നെ ഉണ്ട് എന്നാണ്. അങ്ങനെയെങ്കിൽ എവിടെ ആയിരിക്കാം? അത് ഒരുപക്ഷെ തിരുവനന്തപുരത്ത് കളിയിക്കാവള ഉൾപ്പെടുന്ന ഏതെങ്കിലും പ്രദേശങ്ങളാണ്. പക്ഷെ പോലീസിന്റെ ഭാഗത്ത് നിന്ന് ഇതുവരെയും ആഷ്ലിൻ ബെൽമനെ പിടികൂടാനുള്ള ഒരു നടപടിയും സ്വീകരിച്ചിട്ടില്ല. അതാണ് ഏറ്റവും അതിശയിപ്പിക്കുന്ന കാര്യം. ആഷ്ലിൻ ബെൽമനെതിരെയുള്ള കേസുകൾ എത്രയെണ്ണമുണ്ട്? അത് പോലീസ് അതിനെക്കുറിച്ച് എന്തെങ്കിലും വിശദീകരണം നൽകുന്നുണ്ടോ? ഏത് കേസിൽ ഇപ്പോൾ അന്വേഷിക്കുന്നു എന്നാണ്? മഞ്ജുഷ്, നമ്മൾ ന്യൂസ് 18 നേരത്തെ ഇതുമായി ബന്ധപ്പെട്ട വാർത്ത പുറത്തുവിട്ടതിന് പിന്നാലെയാണ് പോലീസ് ഈ ആഷ്ലിൻ ബെൽമനെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ അറിയുന്നത്. അതിനു മുൻപ് വരെയും പോലീസിനെ സംബന്ധിച്ച് ലഭ്യമായ വിവരം, അന്ന് ഗുണ്ടാ മീറ്റപ്പ് സംഘടിപ്പിച്ചതിന് പിന്നാലെ അവിടെ ഒരു റെയ്ഡ് നടത്തിയിരുന്നു. ആ റെയ്ഡില് ആഷ്ലിൻ ബെൽമന്റെ ഒരു ആഡംബര കാറിൽ നിന്ന് തോക്ക് കണ്ടെത്തിയിരുന്നു. മറ്റ് ഒരു സ്വർണം, മുക്കുവണ്ടത്തിന്റെ മാലകൾ കണ്ടെത്തിയിരുന്നു. ആഷ്ലിൻ ബെൽമന്റെ ഈ തട്ടിപ്പ്, അതായത് ഒരു ഗുണ്ട പോലുമല്ല, ഒരു തട്ടിപ്പുകാരൻ എന്ന രീതിയിലാണ് പിന്നീട് പുറത്തു വന്ന ചില വിവരങ്ങൾ. അതായത് 3.1 മില്യൺ ഇൻസ്റ്റാഗ്രാം ഫോളോവേഴ്സ് ആഷ്ലിൻ ബെൽമൻ ഉണ്ട് എന്ന കൃത്യമായ തെളിവുകൾ സഹിതം നമ്മളന്ന് പുറത്തുവിട്ടതാണ്. ഇതുപോലും ഇൻസ്റ്റാഗ്രാമിനെ കബളിപ്പിച്ചുകൊണ്ടാണ് ആഷ്ലിൻ ബെൽമൻ ഇത്രയധികം ഫോളോവേഴ്സിനെ സൃഷ്ടിച്ചത് എന്ന് പോലും നമ്മൾ അതിന്റെ തെളിവുകൾ സഹിതം പുറത്തുവിട്ടിരുന്നു. മാത്രമല്ല, ഈ തമിഴ്നാട്, കേരളം കേന്ദ്രീകരിച്ച് വലിയ രീതിയിൽ തട്ടിപ്പുകൾ നടത്തുന്നുണ്ട് എന്ന ചില സൂചനകൾ ലഭ്യമായിട്ടുണ്ട്. നേരത്തെ പെരുമ്പാവൂർ അനസുമായി ഒന്നിച്ചാണ് ദുബായിൽ VIP പ്രൊഡക്ഷൻസ് എന്ന പേരിൽ ഒരു കമ്പനി തുടങ്ങുന്നത്. ആ കമ്പനിയുടെ ഉദ്ഘാടന വേളയിൽ നടി ശ്വേതാ മേനോൻ ഉൾപ്പെടെയുള്ളവർ അന്ന് പങ്കെടുത്തതിന്റെ ദൃശ്യങ്ങളടക്കം നമ്മൾ അന്ന് പുറത്തുവിട്ടതാണ്. പിന്നീട് അതിന്റെ ദുബായിൽ ഇപ്പോഴും അതിന്റെ പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ടെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതിന്റെ ഈ VIP പ്രൊഡക്ഷൻസിന്റെ ഒരു ബ്രാഞ്ച് കേരളത്തിൽ തുടങ്ങുന്നു. അതായത് ഈ സ്വയം അവകാശവാദം, ഈ ആഷ്ലിൻ ബെൽമന്റെ അവകാശവാദം, താനൊരു സിനിമാ നിർമ്മാതാവാണ്, വലിയ ബിസിനസ് സംരംഭകനാണ്, തനിക്ക് കോടികളുടെ, അതായത് 1000 കോടിയിലധികം രൂപയുടെ ആസ്തി തനിക്കുണ്ട്. അങ്ങനെ വലിയ രീതിയിലുള്ള അവകാശവാദം ഇയാൾ സ്വയം പ്രഖ്യാപിക്കുന്നുണ്ട്. അതായത് ഇൻസ്റ്റഗ്രാം അക്കൗണ്ടിലും ഇയാളുടെ ലിങ്ക്ഡിൻ ഉൾപ്പെടെയുള്ള അക്കൗണ്ടുകൾ പരിശോധിച്ചാൽ ഇങ്ങനെ അതിശയിപ്പിക്കുന്ന ചില വിവരങ്ങളാണ് ഇയാൾ പങ്കുവെക്കുന്നത്. ഇപ്പോൾ ഈ ദൃശ്യങ്ങൾ ഉണ്ടല്ലോ, ഇത് ഇൻസ്റ്റാഗ്രാമിൽ ഇയാൾ പങ്കുവെച്ചതാണോ?
തീർച്ചയായും നമ്മൾ ഇന്ന് രാവിലെ ഇത് ഓഫീസിന്റെ പ്രവർത്തനം തുടങ്ങുന്നു എന്നറിഞ്ഞ് നമ്മൾ രാവിലെ അയാളുടെ ഓഫീസിൽ പോയിരുന്നു. അവിടെ ഏതാനും അതിന്റെ വിവരങ്ങളൊന്നും ഇയാൾ ഇൻസ്റ്റഗ്രാമിൽ പങ്കുവച്ചിട്ടില്ല. പക്ഷെ ഉദ്ഘാടന ചടങ്ങിന്റെ, അതായത് ഒരു മാസം മുൻപ് ഈ ഓഫീസിന്റെ ഉദ്ഘാടന ചടങ്ങിന്റെ ദൃശ്യങ്ങൾ ഈ ആശ്വിൻ ബൽമൻ തന്നെ ഇൻസ്റ്റഗ്രാമിൽ പങ്കുവച്ചിരുന്നു. ഇന്നലെ രാത്രിയാണ് പുതിയ ഓഫീസ് പ്രവർത്തനം VIP പ്രൊഡക്ഷൻസിന്റെ പ്രവർത്തനം പുനരാരംഭിക്കുന്നു എന്ന് പറഞ്ഞ് ആശ്വിൻ ബൽമൻ ഇൻസ്റ്റഗ്രാമിൽ പോസ്റ്റ് ഇടുന്നത്. ഇന്ന് രാവിലെ നമ്മൾ 10:00 നമ്മുടെ ന്യൂസ് 18 സംഘം അവിടെ ചെല്ലുന്നു. അതിന്റെ ദൃശ്യങ്ങൾ പകർത്തുന്നു. ഏതാനും ജീവനക്കാർ മാത്രമാണ് അവിടെ ഉള്ളത്. ആശ്വിൻ ബൽമൻ എവിടെ ഉണ്ടെന്ന് ചോദിച്ചപ്പോൾ അതുമായി ബന്ധപ്പെട്ട വിവരങ്ങളൊന്നും ജീവനക്കാർക്ക് അറിയത്തില്ല. പക്ഷേ അവരുടെ ഒരു അഭിഭാഷകൻ അഡ്വക്കേറ്റ് അമീൻ ആ സ്ഥലത്തുണ്ടായിരുന്നു. അമീൻ പറഞ്ഞിരിക്കുന്ന വിവരം വലിയ താമസമില്ലാതെ തന്നെ ആശ്വിൻ ബൽമൻ പോലീസിന് മുൻപാകെ കോടതിയിൽ കീഴടങ്ങുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. നിലവിൽ പോലീസ് ഒരു പിടികിട്ടാപ്പുള്ളിയായി പ്രഖ്യാപിച്ചിട്ടുണ്ട്. കാരണം നിലവില് തോക്ക് കൈവശം വെച്ചതുമായി ബന്ധപ്പെട്ട ആശ്വിൻ ബൽമനെതിരെ പോലീസ് ഗുരുതര സ്വഭാവമുള്ള കേസുകളാണ്, ജാമ്യമില്ലാ വകുപ്പുകൾ ഉൾപ്പെടെ ചുമത്തിയിട്ടുണ്ട്. കേസ് അന്വേഷണം ആശ്വിൻ ബൽമനെ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണം പുരോഗമിക്കുന്നുണ്ട് എന്നാണ് മരട് പോലീസ് പറഞ്ഞത്. എന്തായാലും ഈ വാർത്ത പുറത്തു വന്നതിന് പിന്നാലെ, ഒരുപക്ഷെ ന്യൂസ് 18 ഈ വാർത്ത പുറത്തുവിട്ടതിന് പിന്നാലെ മാത്രമായിരിക്കും പോലീസ് ഇതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ, പോലീസിനോട് നമ്മൾ ചോദിച്ചപ്പോൾ പോലീസിന് ഇതുമായി ബന്ധപ്പെട്ട ഒരു വിവരവും നിലവിൽ അറിയില്ല ഇങ്ങനൊരു ഓഫീസ് തുറക്കുന്നതായി. പക്ഷെ ഒരുപക്ഷെ പോലീസ് ആശ്വിൻ ബൽമന്റെ ഓഫീസിനെതിരെ നടപടി സ്വീകരിക്കുമോ എന്നുള്ളത് അറിയേണ്ട കാര്യമാണ്. ഇപ്പോൾ ഈ ദൃശ്യമുണ്ടല്ലോ, ഈ നോട്ടുകൾ അടുക്കി വെക്കുന്നത്, ഇത് എപ്പോഴത്തെ ദൃശ്യമാണിത്? മഞ്ജുഷ്, ഇത് ഈ ആശ്വിൻ ബൽമന്റെ നേരത്തെ ഇയാൾ പങ്കുവെച്ച ചില ചിത്രങ്ങളാണ്. ഇയാളുടെ ഇൻസ്റ്റഗ്രാം അക്കൗണ്ടുകൾ നമ്മൾ പരിശോധിച്ചാൽ മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യമുണ്ട്. കാരണം ഇയാൾ തന്നെ സ്വയം അവകാശവാദം, ഇയാളുടെ ഒരു பேமெண்ட் கொடுத்துட்டேன். ஹலோ மாமா, கேக்குதா? ടോം, അതുപോലെ തന്നെ ഇപ്പോഴും ഇയാളുടെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് ഇപ്പോഴും ഉണ്ട്. അത് മാത്രമല്ല, അതിനകത്ത് ഈ പൊളിറ്റീഷ്യൻ എന്നുള്ളതും പിന്നെ ബെൽമൻ ഇന്റർനാഷണൽ ബിസിനസ്മാൻ, പിന്നെ തമിഴ്നാട്ടിൽ മനുഷ്യാവകാശ കമ്മീഷനുമായി ബന്ധപ്പെട്ട് എന്തോ ഒരു വലിയ പോസ്റ്റിൽ ഇരിക്കുന്നയാൾ, ഇതൊക്കെ ഇപ്പോഴും അവകാശവാദമായി ഉണ്ടല്ലോ. ഇതിനെക്കുറിച്ചൊന്നും പോലീസ് യഥാർത്ഥത്തിൽ അന്വേഷിക്കുന്നില്ലേ ഇത്ര നാളുകളായിട്ടും? അതാണ് മഞ്ജുഷ് അതിശയിപ്പിക്കുന്ന കാര്യം. കാരണം ഇത്രയധികം തെളിവുകൾ നമ്മൾ അന്ന് പുറത്തുവിട്ടതാണ്. ഇയാളുടെ ഇൻസ്റ്റഗ്രാം അക്കൗണ്ടിലും ലിങ്ക്ഡിനിലും ഒക്കെ ഇയാൾ സൂചിപ്പിക്കുന്നത് ലോകത്ത് തന്നെ ഏറ്റവും അതിസമ്പന്നനായിട്ടുള്ള വ്യക്തികളിൽ ഒരാൾ, അതായത് അമേരിക്ക, ദുബായ് ഉൾപ്പെടെയുള്ള വിവിധ രാജ്യങ്ങളിലായി 200-ലധികം സ്ഥാപനങ്ങളുടെ MD, തമിഴ്നാട്ടിലെ മനുഷ്യാവകാശ കമ്മീഷന്റെ വൈസ് പ്രസിഡന്റ് തുടങ്ങിയ പല പദവികളും വഹിക്കുന്നുണ്ടെന്നാണ് സ്വയം അവകാശവാദം ഉന്നയിക്കുന്നത്. മാത്രമല്ല, ഈ ആശ്വിൻ ബൽമന്റെ ഒരു ആഡംബരക്കാറിൽ മുൻവശത്ത് ബോർഡും, അതായത് ചുമന്ന നിറത്തിലുള്ള ബോർഡ് വരെ വെച്ച് പതിപ്പിച്ചിട്ടുണ്ട്. ഈ മനുഷ്യാവകാശ സംഘടനയുടെ വൈസ് പ്രസിഡന്റ് എന്ന രീതിയിലുള്ള ചുമന്ന ബോർഡ് ഉൾപ്പെടെ നമ്മൾ അതിന്റെ ദൃശ്യങ്ങളൊക്കെ നമ്മൾ നേരത്തെ പുറത്തുവിട്ടതാണ്. ഈ വിവരങ്ങൾ ഉൾപ്പെടെ ന്യൂസ് 18 അന്ന് പുറത്തുവിട്ടിട്ടും പക്ഷെ പോലീസ് ഒരു ചെറുവിരല് പോലും അനക്കിയിട്ടില്ല. മാത്രമല്ല, തമിഴ്നാട് പോലീസ് ഇതുമായി ബന്ധപ്പെട്ട വിവരങ്ങളൊന്നും കൈമാറിയില്ല എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ആശ്വിൻ ബൽമന്റെ പശ്ചാത്തലം പോലും, കാരണം വലിയ സാമ്പത്തിക പശ്ചാത്തലമുള്ള വ്യക്തിയല്ല. ഏതാനും വർഷങ്ങൾക്ക് മുൻപാണ് ദുബായിലേക്ക് പോയത്. അതിനുശേഷം നാടുമായി ഈ സമീപകാലത്താണ് വലിയ ബന്ധം സ്ഥാപിക്കുന്നത്. കളിയിക്കാവിളിയില് ഇയാളൊരു സാമ്രാജ്യം കെട്ടിപ്പടുക്കാനുള്ള പല നീക്കങ്ങളൊക്കെ നടത്തിയിട്ടുണ്ട്. അതായത് ഗുണ്ടാ ബന്ധം ഇയാൾക്ക് കൃത്യമായി അവിടുത്തെ ഈ തമിഴ്നാട് കളിയിക്കാവിള കേന്ദ്രീകരിച്ച്, അതായത് കേരളത്തിന്റെയും തമിഴ്നാടിന്റെയും ബോർഡറാണ് ഈ കളിയിക്കാവിള. ഈ രണ്ട് സംസ്ഥാന പല ഗുണ്ടകളുമായിട്ട് ഈ ആശ്വിൻ ബൽമന് ബന്ധമുണ്ട് എന്നൊക്കെ പോലീസിന് ചില സൂചനകളൊക്കെ ലഭ്യമായിട്ടുണ്ട്. പക്ഷെ തമിഴ്നാട് പോലീസിന് ഇതുമായി ബന്ധപ്പെട്ട മരട് പോലീസ് യാതൊരു വിവരങ്ങളും കൈമാറിയിട്ടില്ല എന്നാണ് മനസ്സിലാക്കുന്നത്. അങ്ങനെയെങ്കിലും ഒരു പക്ഷേ ഈ ആശ്വിൻ ബൽമന്റെ വീട്ടിലടക്കം റെയ്ഡ് നടക്കേണ്ടതാണ്. അത്തരമൊരു അന്വേഷണമൊന്നും ഇതുവരെയും പോലീസിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുമില്ല. മഞ്ജുഷ. ശരി, ടോം കുര്യാക്കോസ് ആണ് വിവരങ്ങൾ നൽകിയത്. നേരത്തെ ടോം ആശ്വിൻ ബൽമൻ ആരാണ് എന്നുള്ള കാര്യം റിപ്പോർട്ട് ചെയ്തതാണ്. അതിനുശേഷവും പോലീസ് ഒന്നും ചെയ്തിട്ടില്ല എന്നതിന് ഉദാഹരണമാണ് കൊച്ചിയിൽ വീണ്ടും ആശ്വിൻ ബൽമൻ സിനിമാ കമ്പനിയുടെ ഓഫീസ് തുറന്നിരിക്കുന്നത്. ഇപ്പോഴും പോലീസ് ഇതിൽ മെല്ലെപ്പോക്ക് സമീപനമാണ് സ്വീകരിക്കുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയിലേക്ക്. വയനാട്ടിലെ ദുരിതാശ്വാസ പ്രവർത്തനത്തിന് ചെലവഴിച്ച തുകയുടെ കാര്യത്തിൽ ആശങ്കയറിയിച്ച് മന്ത്രിസഭാ യോഗത്തിൽ മന്ത്രിമാർ. പുനരധിവാസ പ്രവർത്തനങ്ങളെ ബാധിക്കുമെന്നുള്ള ആശങ്കയാണ് റവന്യൂ മന്ത്രി വിശദീകരിച്ചത്. കൂടുതൽ വിവരങ്ങളുമായി വി അരുൺ ചേരുകയാണ്. അരുൺ, പെരുപ്പിച്ച് കാണിച്ച കണക്ക് ഇത് വിശദീകരിക്കാൻ ബുദ്ധിമുട്ടേണ്ടി വരും എന്ന് വ്യക്തമാക്കുന്നതാണല്ലോ ഇപ്പോൾ
ഈ റവന്യൂ മന്ത്രിയുടെ ഈ വിശദീകരണം എന്തെങ്കിലും മറുപടി ഇക്കാര്യത്തിൽ മുഖ്യമന്ത്രിയിൽ നിന്ന് ഉണ്ടാകുവാനുള്ള സാധ്യതയുണ്ടോ? മഞ്ജുഷ, റവന്യൂ മന്ത്രിയാണ് ഈ മന്ത്രിമാരുടെ സംശയങ്ങൾക്ക് ആശങ്കകൾക്ക് മറുപടി പറഞ്ഞത്. മറ്റു മന്ത്രിമാരാണ് ഇത്തരത്തിൽ ഈ ദുരിതാശ്വാസ നിധി വയനാട് പണം ചിലവഴിച്ച് ബന്ധപ്പെട്ട് ഉയർന്ന ഇപ്പോഴുള്ള വിവാദങ്ങൾ അത് ദുരിതാശ്വാസ പ്രവർത്തനങ്ങളെ ബാധിക്കുമെന്ന ആശങ്ക മന്ത്രിസഭാ യോഗത്തിൽ അറിയിച്ചത്. അപ്പോൾ മറുപടി പറഞ്ഞതാണ് റവന്യൂ മന്ത്രി കെ രാജൻ. അത്തരം വാർത്തകൾ പൂർണ്ണമായും തെറ്റാണ്. എസ്റ്റിമേറ്റ് തുക മാത്രമാണ് ഈ കണക്കുകൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അല്ലാതെ ആർക്കും ഇതുമായി ബന്ധപ്പെട്ട ഒരു തുകയും നൽകിയിട്ടില്ല. അതിൽ ആശങ്കപ്പെടേണ്ട കാര്യമില്ല. കൃത്യമായ സർക്കാരിന്റെ ഭാഗത്ത് അതുമായി ബന്ധപ്പെട്ട കണക്കുകൾ ഉണ്ടാകും. ആ കണക്കുകൾ വരുമ്പോൾ ആ പ്രശ്നങ്ങൾ അവസാനിക്കും എന്ന മറുപടിയാണ് റവന്യൂ മന്ത്രി നൽകിയത്. മറ്റു ചില മന്ത്രിമാരാണ് ഈ ആശങ്ക മന്ത്രിസഭാ യോഗത്തിൽ ഉന്നയിച്ചത്. നേരത്തെയും മന്ത്രി കെ രാജൻ ഇക്കാര്യത്തിൽ വിശദീകരണം നൽകിയിരുന്നുവല്ലോ. ഇതൊരു മെമ്മോറാണ്ടമാണ്. ഇത് കേന്ദ്ര സർക്കാരിൽ നിന്ന് കിട്ടേണ്ട പണം അതിനുവേണ്ടി നൽകിയിരിക്കുന്ന ഒരു മെമ്മോറാണ്ടം, അത് ഹൈക്കോടതിയിൽ നൽകിയതാണ് എന്ന്. അപ്പോൾ അതേ സ്റ്റാൻഡിൽ തന്നെ റവന്യൂ മന്ത്രി നിൽക്കുകയാണല്ലോ. തീർച്ചയായും അതേ നിലപാട് അദ്ദേഹം മന്ത്രിസഭാ യോഗത്തിലും വിശദീകരിക്കുകയായിരുന്നു. ഇതിൽ ഒരു തരത്തിലുള്ള ക്രമക്കേടിനോ അല്ലെങ്കിൽ പെരുപ്പിച്ച കണക്കുകളുടെയോ കാര്യമില്ല. ഇങ്ങനെ എസ്റ്റിമേറ്റ് കണക്ക് കാണിച്ചാൽ മാത്രമേ കേന്ദ്രത്തിൽ നിന്നുള്ള സഹായം ലഭിക്കൂ. നേരത്തെ ഉമ്മൻചാണ്ടി മന്ത്രിസഭയുടെ കാലത്തടക്കം ഇത്തരം മെമ്മോറണ്ടങ്ങൾ നൽകിയിരുന്നു. അന്നത്തെ കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ചാണ് മന്ത്രി നിലപാട് വിശദീകരിച്ചത്. എന്നാൽ മന്ത്രിമാർ ആശങ്കയുള്ളതായി അറിയിച്ചു. കാരണം ഇങ്ങനെ വരുന്ന വാർത്തകൾ, പ്രത്യേകിച്ച് ദുരിതാശ്വാസ നിധിയുമായി ബന്ധപ്പെട്ട ക്രമക്കേട് ആരോപണം സർക്കാർ നേരത്തെ ഉയർന്നതാണ്. അതുകൊണ്ടുകൂടിയാണ് മന്ത്രിമാർ ഇത്തരം ആശങ്ക മന്ത്രിസഭാ യോഗത്തിന് മുന്നോട്ട് വച്ചത്. പക്ഷേ ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ല. ഈ പ്രശ്നങ്ങൾ യഥാർത്ഥ കണക്കുകൾ പുറത്തു വരുമ്പോൾ ഈ ആരോപണങ്ങൾ ഇല്ലാതാകുമെന്ന മറുപടിയാണ് റവന്യൂ മന്ത്രി കെ രാജൻ മന്ത്രിസഭാ യോഗത്തിൽ നൽകിയത്. ശരി, വി അരുണാണ് വിവരങ്ങൾ നൽകിയത്. ആശങ്കപ്പെടേണ്ട ആവശ്യമില്ലെന്നാണ് റവന്യൂ മന്ത്രി മന്ത്രിസഭാ യോഗത്തെ അറിയിച്ചത്. എന്നാൽ ചില മന്ത്രിമാർ ഇത് വയനാട്ടിലെ പുനരധിവാസ പ്രവർത്തനങ്ങളെ ബാധിക്കുവാൻ സാധ്യതയുണ്ട് എന്നുള്ള ആശങ്ക അറിയിച്ചിരുന്നു. കോഴിക്കോട് താമരശ്ശേരിയിൽ കുടുംബ പ്രശ്നം പരിഹരിക്കാൻ യുവതിയെ നഗ്നപൂജയ്ക്ക് നിർബന്ധിച്ച ഭർത്താവും പൂജാരിയും അറസ്റ്റിലായി. പുതുപ്പാടി അടിവാരം സ്വദേശികളെയാണ് താമരശ്ശേരി പോലീസ് അറസ്റ്റ് ചെയ്തത്. യുവതിയുടെ ഭർത്താവും സുഹൃത്തായ താമരശ്ശേരി അടിവാരം മേലെ പൊടിക്കയിൽ PK പ്രകാശനുമാണ് പോലീസിന്റെ കസ്റ്റഡിയിലുള്ളത്. കുടുംബ പ്രശ്നം പരിഹരിക്കാനും അഭിവൃദ്ധിക്കും വേണ്ടി യുവതിയോട് നഗ്നപൂജ നടത്താൻ ആവശ്യപ്പെട്ടുവെന്നാണ് പരാതി. കർണാടകത്തിലെ മാണ്ഡ്യയിലുണ്ടായ വർഗീയ സംഘർഷത്തിൽ അറസ്റ്റിലായവരിൽ 2 മലയാളികളും ഉൾപ്പെടുന്നു. നാഗമണ്ഡലയിൽ കച്ചവട സ്ഥാപനം നടത്തിവന്നിരുന്ന മലപ്പുറം സ്വദേശികളാണ് അറസ്റ്റിലായത്. സംഘർഷത്തിൽ 55 പേരെയാണ് ഇതുവരെ പോലീസ് അറസ്റ്റ് ചെയ്തത്. ഗണേശ നിമഞ്ജന ഘോഷയാത്രയ്ക്കിടെ കഴിഞ്ഞ 11-ാം തീയതിയാണ് ഇരു സംഘങ്ങൾ തമ്മിൽ ഏറ്റുമുട്ടിയത്. ഘോഷയാത്ര മൈസൂരു റോഡിന് സമീപം നാഗമണ്ഡല ടൗണിൽ എത്തിയപ്പോഴായിരുന്നു സംഘർഷം ഉടലെടുത്തത്. കല്ലേറിൽ തുടങ്ങിയ സംഘർഷം പിന്നീട് അക്രമത്തിലേക്ക് വഴിമാറി. ഇരു സംഘവും ചേരിതിരിഞ്ഞ് ഏറ്റുമുട്ടി. 7 വാഹനങ്ങൾ കത്തിച്ച അക്രമികൾ 25 കടകൾക്ക് തീവെച്ചു. സംഭവത്തിൽ അറസ്റ്റിലായ 55 പേരിൽ 2 പേർ മലയാളികളാണ്. മലപ്പുറം സ്വദേശികളായ യൂസഫ്, നാസർ എന്നിവരാണ് അറസ്റ്റിലായ മലയാളികൾ. കഴിഞ്ഞ 18 വർഷമായി നാഗമണ്ഡലയിൽ വ്യാപാര സ്ഥാപനം നടത്തുകയാണ് ഇരുവരും. സംഘർഷം തടയുന്നതിൽ വീഴ്ച വരുത്തിയതിന് നാഗമണ്ഡലം ഇൻസ്പെക്ടറെ സസ്പെൻഡ് ചെയ്തിരുന്നു. ഇന്റലിജൻസ് മേധാവിയെയും സ്ഥലം മാറ്റി. അറസ്റ്റിലായ മലയാളികൾക്ക് നിരോധിത സംഘടനയായ PFIയുമായി ബന്ധമുണ്ട് എന്ന ആരോപണവുമായി BJPയും ഹിന്ദുത്വ സംഘടനകളും രംഗത്തുവന്നു. എന്നാൽ പോലീസോ സർക്കാരോ ഇക്കാര്യം സ്ഥിരീകരിച്ചിട്ടില്ല. ന്യൂസ് ഡെസ്ക്, ന്യൂസ് 18. തൃശൂർ മറ്റത്തൂർ മുപ്ലിയിൽ വീട്ടുമുറ്റത്ത് പുലി. പുലർച്ചെ 1:30യോടെയാണ് ഓലിക്കൽ ജോസഫിന്റെ വീട്ടുമുറ്റത്ത് പുലിയെ കണ്ടത്. നായയുടെ നിർത്താതെയുള്ള കുരകേട്ട് ജനലിലൂടെ പുറത്തേക്ക് നോക്കിയപ്പോഴാണ് വീട്ടുകാർ പുലിയെ കണ്ടത്. വീട്ടിലെ നിരീക്ഷണ ക്യാമറയിലും പുലിയുടെ ദൃശ്യങ്ങൾ പതിഞ്ഞു. വനാതിർത്തിയോട് ചേർന്നുള്ള മുപ്ലിയിൽ പുലിയുടെയും കാട്ടാനകളുടെയും ശല്യം കൂടി വരികയാണ്. 15-ലധികം കാട്ടാനകൾ കഴിഞ്ഞ രാത്രി ഇവിടെ ഇറങ്ങിയതായി നാട്ടുകാർ പറഞ്ഞു. തൃശൂരിൽ ഇന്ന് പുലികളി. ഇന്ന് വൈകിട്ടാണ് പുലിക്കളിയുടെ ഫ്ളാഗ് ഓഫ് നടക്കുന്നത്. ഇപ്പോൾ പുലിമടയിൽ പുലികൾ ഒരുങ്ങി വരികയാണ്. നഗരത്തെ ആവേശം കൊള്ളിക്കാൻ ഇത്തവണ 7 സംഘങ്ങളാണ് പുലികളിയിൽ പങ്കെടുക്കുന്നത്. പെൺപുലികളും വർണ്ണപ്പുലികളും വൈകിട്ടോടെ പുലിമടയിൽ നിന്ന് ഇറങ്ങും. ഓണാഘോഷത്തിന് സമാപനം കുറിച്ചുള്ള പുലികളിക്ക് ഒരുക്കങ്ങൾ
ഇപ്പോഴും നടക്കുകയാണ്. വേഷക്കാർ ഇപ്പോൾ അണിഞ്ഞൊരുങ്ങുകയാണ്. പുലികളിയുടെ വിശദമായ റിപ്പോർട്ട് സ്പോട്ട് ലൈവിൽ കാണാം. ഇനി സ്വർണം വെള്ളി നിരക്കുകൾ നോക്കാം. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. ചൂസ് യുവർ സ്പെഷ്യൽ. സ്വർണം 22 ക്യാരറ്റ് ഗ്രാമിന് 6850, പവന് 54,800. 18 ക്യാരറ്റ് ഗ്രാമിന് 5680, പവന് 45,440. വെള്ളി ഗ്രാമിന് 95, കിലോയ്ക്ക് 95,000 രൂപ. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. ചൂസ് യുവർ സ്പെഷ്യൽ. വയറു നിറയെ ഓണസദ്യയുണ്ട് കാസർഗോഡ് ഇടയിലക്കാട്ടിലെ വാനരക്കൂട്ടം. കാവിലെ വാനരന്മാർക്ക് ഇടയിലക്കാട് നവോദയ ഗ്രന്ഥാലയം ബാലവേദിയാണ് സവിശേഷമായ സദ്യ ഒരുക്കിയത്. പകൽ വാർത്ത അവസാനിക്കുകയാണ്. ഇടവേളയ്ക്ക് ശേഷം സ്പോട്ട് ലൈവ് കാണാം. ചിങ്ങവെയിലിന്റെ പ്രഭയിൽ വിഭവസമൃദ്ധമായ സദ്യയുണ്ണാൻ വാനരപ്പട ഒന്നിച്ചെത്തി. കാവിനോട് ചേർന്ന് നിരത്തിയ മേശമേൽ പഴങ്ങളും പച്ചക്കറികളും ചോറും. ഇതാണ് ഇവിടത്തെ കാലങ്ങളായുള്ള വാനരസദ്യ. പപ്പായ, കക്കിരി, വെള്ളരി, സപ്പോട്ട, പേരയ്ക്ക, പാഷൻ ഫ്രൂട്ട്, സീതപ്പഴം, ക്യാരറ്റ്, തണ്ണിമത്തൻ തുടങ്ങി 17 ഇനങ്ങളാണ് ഇത്തവണ സദ്യവട്ടത്തിലെ വിഭവങ്ങൾ. ഇവിടെ എത്തുന്ന വിനോദസഞ്ചാരികൾ നൽകുന്ന പലഹാരങ്ങളും ബേക്കറി സാധനങ്ങളും കുരങ്ങന്മാരുടെ പ്രജനനത്തെ ബാധിക്കുന്നതായി പഠനത്തിൽ കണ്ടെത്തിയിരുന്നു. ഇതിനെതിരെയുള്ള ബോധവൽക്കരണമാണ് വാനരർക്കുള്ള പഴം പച്ചക്കറി സദ്യ. എല്ലാ വർഷവും ഇത് പതിവാണ്. ഹോസ്ദുർഗ് താലൂക്ക് ലൈബ്രറി കൌൺസിൽ പ്രസിഡന്റ് പി വേണുഗോപാലൻ, ഗ്രന്ഥാലയം സെക്രട്ടറി വി കെ കരുണാകരൻ, പ്രസിഡന്റ് കെ സത്യവ്രതൻ, ബാലവേദി കൺവീനർ എം ബാബു എന്നിവർ നേതൃത്വം നൽകി. ന്യൂസ് 18 വലിയ പറമ്പ.